ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവവചന പഠനത്തിനായി നമുക്ക് വീണ്ടും ദൈവം ഒരവസരം നൽകിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ കഴിഞ്ഞ ചില ദിവസങ്ങളിലൊക്കെ ചില സഹോദരന്മാരുമായിട്ടൊക്കെ പല കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചപ്പോൾ സങ്കടത്തോടെ ഓർക്കുന്ന ഒരു കാര്യമുണ്ട്. രക്ഷയുടെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ പോലും പലരും അത് മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം. എന്തൊക്കെയോ കേൾക്കുന്നു, ഇവിടുന്ന് എന്തൊക്കെയോ കേൾക്കുന്നു. നമ്മളുണ്ടായിരുന്ന സമുദായങ്ങളിൽ നിന്ന് പലതും നമ്മൾ കേട്ടിട്ടുണ്ട്. പിന്നെ TV ഓണാക്കി അവിടുന്ന് എന്തൊക്കെയോ കേൾക്കുന്നു, മൊബൈൽ ഓണാക്കി അവിടുന്ന് എന്തൊക്കെയോ കേൾക്കുന്നു. അങ്ങനെ നാനാവിധ ഭാഗങ്ങളിൽ നിന്നും കേട്ട് എന്തൊക്കെയോ കുറേ അറിവ് അവരുടെ തലയിലുണ്ട് എന്നുള്ളതല്ലാതെ ദൈവവചനത്തിൻ്റെ നിർമ്മല സത്യം എന്ത് എന്ന് ഇന്ന് അനേകർക്കും അറിയില്ല എന്നുള്ളതാണ് സത്യം. ഒരുപക്ഷെ അങ്ങനെയുള്ള ഒരു സാഹചര്യം നേരത്തെ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി എല്ലാ അടിസ്ഥാന വിശ്വാസ വിഷയങ്ങളെയും സംബന്ധിച്ച് ഏതെങ്കിലും സെമിനാരികളുടെയോ അതല്ല എങ്കിൽ ഏതെങ്കിലും സഭകൾ എന്ന് വിളിക്കപ്പെടുന്നതായിട്ടുള്ള പ്രസ്ഥാനങ്ങളുടെയോ ഒന്നിൻ്റെയും ആശയങ്ങളല്ല, ദൈവവചനത്തിൻ്റെ നിർമ്മലമായ ആശയങ്ങളെ തന്നെ അത് അനേകരിലേക്ക് എത്തിക്കുവാനായിട്ടൊരു ശ്രമം നടത്തിയത്. അങ്ങനെ ഞാൻ ചെയ്ത ഒരു വീഡിയോ ഉണ്ട്, നിർമ്മല സുവിശേഷം എന്നാണ് ആ വീഡിയോയുടെ പേര് കൊടുത്തിരിക്കുന്നത്. ഞാൻ വിചാരിക്കുന്നു ഏറ്റവും കുറവ് ആളുകൾ കണ്ടതായിട്ടുള്ളൊരു വീഡിയോയാണ് ഈ നിർമ്മല സുവിശേഷം. അപ്പോൾ സുവിശേഷം എന്താ, അതിനിപ്പോൾ ആരെ കേൾക്കാനാണ്, അതെന്ത് പഠിക്കാനാണ്, ഇതൊക്കെ ഞങ്ങൾക്കറിയാം എന്നുള്ളതായ ആളുകൾ ആണ് സമൂഹത്തിലും സഭകളിലും ഏറെയും എന്നുള്ളത് കൊണ്ട് അത്തരം ആ ഹെഡിങ് കാണുമ്പോൾ തന്നെ ഒരു വിരക്തിയാണ്. എന്നാൽ 10, 600, 700 പേര് കാണുന്നതായിട്ടുള്ള വീഡിയോകളുണ്ട്. അവർക്കാർക്കും ഈ നിർമ്മല സുവിശേഷം എന്ന് പറയുന്നതായിട്ടുള്ള വീഡിയോ കാണാൻ താല്പര്യമില്ല. ഞാൻ വിചാരിക്കുന്നു നമ്മുടെ സഭകളിലുള്ള ആളുകൾ എല്ലാവരും കണ്ടിരുന്നുവെങ്കിൽ ഇന്ന് അതിൻ്റെ വ്യൂവേഴ്സ് അതിൽ കൂടുതൽ ഇപ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതൽ ഉണ്ടാകുമായിരുന്നു. അപ്പോൾ ആ കാഴ്ചപ്പാട് മറ്റ് സഭകൾക്കുള്ള അല്ലെങ്കിൽ മറ്റാളുകൾക്ക് മാത്രമല്ല, നമ്മുടെ സഭകൾക്കുള്ളിലും നമ്മുടെ സഭയ്ക്കുള്ളിലും ആ ഒരു പ്രശ്നമുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. പ്രിയമുള്ളവരെ, എന്താണ് രക്ഷ എന്ന്, ഈ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുകയും സ്നാനപ്പെട്ടു എന്ന് പറയുകയും വീണ്ടും കർത്തൃമേശയിൽ പങ്കെടുത്ത് 10, 15, 20, 30 വർഷം വിശ്വാസത്തിലായിരുന്നു എന്ന് പറയുകയും ചെയ്യുന്നതായിട്ടുള്ള ആളുകളോട് വീണ്ടും അതിനെക്കുറിച്ച് പറയേണ്ടി വരുന്നത് എത്രയോ കഷ്ടമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. സകല മനുഷ്യരും രക്ഷിക്കപ്പെടുവാനും സത്യത്തിൻ്റെ പരിജ്ഞാനത്തിലെത്തുവാനും ദൈവം ആഗ്രഹിക്കുന്നു എന്ന് നമ്മൾ തിമോത്തിയോസിന് എഴുതിയ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്. അപ്പോൾ ഒരാൾ രക്ഷിക്കപ്പെടുക എന്നുള്ളത് മാത്രമല്ല, അവരെല്ലാവരും സത്യത്തിൻ്റെ പരിജ്ഞാനത്തിലെത്തുക എന്നുള്ളതാണ് ദൈവിക പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കാര്യം എൻ്റെ മനസ്സിൽ വെച്ചുകൊണ്ട് ചില ആലോചനകൾ ഇന്ന് നിങ്ങളോട് പങ്കുവയ്ക്കുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തികൾ അതിൻ്റെ 20-ാം അധ്യായത്തിൽ 26, 27 വാക്യങ്ങൾ നാം ഇപ്രകാരമാണ് വായിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളിൽ ആരെങ്കിലും നശിച്ചു പോയാൽ ഞാൻ കുറ്റക്കാരനല്ല എന്ന് ഞാൻ ഇന്നേ ദിവസം നിങ്ങളോട് സാക്ഷ്യം പറയുന്നു. ദൈവത്തിൻ്റെ ആലോചന ഒട്ടും മറച്ചു വയ്ക്കാതെ ഞാൻ മുഴുവനും അറിയിച്ചു തന്നിരിക്കുന്നുവല്ലോ. നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ സഭയെ മേയ്പ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച ആട്ടിൻകൂട്ടം മുഴുവനെയും സൂക്ഷിച്ചു കൊള്ളുവിൻ. ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കുമെന്ന് ഞാൻ അറിയുന്നു. ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയുവാനായി വിപരീതോപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കും. അതുകൊണ്ട് ഉണർന്നിരിപ്പിൻ. ഞാൻ 3 സംവത്സരം രാപ്പകൽ ഇടവിടാതെ കണ്ണുനീർ വാർത്തുകൊണ്ട് ഓരോരുത്തന് ബുദ്ധി പറഞ്ഞു തന്നത് ഓർത്തുകൊള്ളുവിൻ. ഇതിൻ്റെ പശ്ചാത്തലം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ തൻ്റെ യെരുശലേമിലേക്കുള്ള യാത്രാമധ്യേ മിലത്തോസിൽ വെച്ചിട്ട് ആണെന്ന് തോന്നുന്നു, മിലത്തോസിൽ വെച്ച് എഫെസോസിലെ മൂപ്പന്മാരെ വരുത്തി ആ മൂപ്പന്മാരോട് സംഭാഷിക്കുന്നതായിട്ടുള്ള സംഭാഷണമാണ് ഇവിടെ ലൂക്കോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അവിടെ
പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, അതുകൊണ്ട് നിങ്ങളിൽ ആരെങ്കിലും നശിച്ചു പോയാൽ ഞാൻ കുറ്റക്കാരനല്ല എന്ന് ഞാൻ ഇന്നേ ദിവസം നിങ്ങളോട് സാക്ഷ്യം പറയുന്നു. ആരോടാണ് പറയുന്നത്? എഫെസോസിലെ മൂപ്പന്മാരോട്, സഭയോടല്ല. പറയുന്നത് ആരോടാ? എഫെസോസിലെ മൂപ്പന്മാരോട്. അവിടെ എഫെസോസിലെ മൂപ്പന്മാരെ ആക്കി വെച്ചിരിക്കുന്നത് ഒരുപക്ഷെ തിമോത്തിയോസോ അല്ലെങ്കിൽ പൗലോസ് തന്നെയോ ആയിരിക്കാം. പൗലോസ് അപ്പോസ്തലൻ സ്ഥാപിക്കുകയും വചനം പഠിപ്പിക്കുകയും ചെയ്തതായിട്ടുള്ള ഒരു സഭയാണ് എഫെസോസ്. 3 സംവത്സരം പൗലോസ് അപ്പോസ്തലൻ അവിടെ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ വായിച്ച ഭാഗത്ത് തന്നെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. 31-ാമത്തെ വാക്യത്തിൽ, ഞാൻ 3 സംവത്സരം രാപ്പകൽ ഇടപെടാതെ കണ്ണുനീർ വാർത്തുകൊണ്ട് ഓരോരുത്തന് ബുദ്ധി പറഞ്ഞു തന്നത് ഓർത്തുകൊള്ളുവിൻ. അപ്പോൾ അവിടെ മൂപ്പന്മാരാക്കി അപ്പോയിന്റ് ചെയ്തതായിട്ടുള്ള ആളുകളെ പൗലോസ് അപ്പോസ്തലൻ 3 സംവത്സരം രാപ്പകൽ കണ്ണുനീർ വാർത്തുകൊണ്ട്, അല്ലേ, എത്രയോ ഹൃദയം നിറഞ്ഞ് വികാരഭരിതനായി എഫെസോസിലെ മൂപ്പന്മാരെ ബുദ്ധി പറഞ്ഞ് കൊടുത്തു എന്നാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. അതേ മൂപ്പന്മാരോട് ഇന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, നിങ്ങളിൽ ആരെങ്കിലും നശിച്ചു പോയാൽ ഞാൻ കുറ്റക്കാരനല്ല എന്ന്. അപ്പോൾ എങ്ങനെയാണ് ഈ മൂപ്പന്മാരെ നശിച്ചു പോകുന്നത്? മൂപ്പന്മാർക്ക് എങ്ങനെ നശിച്ചു പോകാൻ കഴിയും? എന്തോ അവരുടെ മരണത്തെക്കുറിച്ചാണോ പറയുന്നത്? അല്ല, കാരണം മരണം എല്ലാവർക്കും ഉള്ളതാണ്. മൂപ്പന്മാർ നിങ്ങളിൽ ആരെങ്കിലും നശിച്ചു പോയാൽ ഞാൻ കുറ്റക്കാരനല്ല എന്ന് ഞാൻ സാക്ഷ്യം പറയുന്നു. കാരണം എന്താണ്? പ്രയോജനമുള്ളത് ഒന്നും മറച്ചു വെക്കാതെ, 27-ാമത്തെ വാക്യത്തിൽ ദൈവത്തിൻ്റെ ആലോചന ഒട്ടും മറച്ചു വെക്കാതെ ഞാൻ മുഴുവനും അറിയിച്ചു തന്നിരിക്കുന്നുവല്ലോ. അപ്പോൾ ഒരു സഭാ ശുശ്രൂഷയ്ക്കോ അല്ലെങ്കിൽ ക്രിസ്തീയ ജീവിതത്തിനോ വേണ്ടുന്നതായിട്ടുള്ള സമസ്ത ആലോചനകളും ഒന്നും മറച്ചു വെക്കാതെ എഫെസോസിലെ മൂപ്പന്മാരെ 3 സംവത്സരത്തോളം അവിടുത്തെ വിശ്വാസികളെയും സഭയെയും 3 സംവത്സരത്തോളം അപ്പോസ്തലൻ രാപ്പകൽ കണ്ണുനീർ വാർത്തുകൊണ്ട് അവരെ പഠിപ്പിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അതിനുശേഷം മൂപ്പന്മാരോട് പറയുകയാണ്, നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സഭയെ മേയ്പ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച ആട്ടിൻകൂട്ടം മുഴുവനെയും സൂക്ഷിച്ചുകൊള്ളുവിൻ. 2 പേരെ സൂക്ഷിക്കാനായിട്ടാണ് പറയുന്നത്. ആരൊക്കെയാ? ഒന്ന്, നിങ്ങളെ തന്നെ സൂക്ഷിക്കണം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? അതിനു മുമ്പ് പറഞ്ഞതായിട്ടുള്ള വാക്യത്തിൽ, നിങ്ങളിൽ ആരെങ്കിലും നശിച്ചു പോയാൽ ഞാൻ കുറ്റക്കാരനല്ല. അപ്പോൾ നിങ്ങളെ തന്നെ സൂക്ഷിച്ചില്ലെങ്കിൽ നിങ്ങൾ നശിച്ചു പോകും. അതുമാത്രവുമല്ല, നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച ആട്ടിൻകൂട്ടം മുഴുവനെയും സൂക്ഷിച്ചുകൊള്ളുവിൻ. ആട്ടിൻകൂട്ടത്തെ മുഴുവനെയും സൂക്ഷിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? നശിച്ചു പോകും, അല്ലേ? അവിടെ പ്രമാണം നമുക്കതാണ് കാണാനായിട്ട് കഴിയുന്നത്. അതിന് കാരണമാണ് പിന്നീട് നമ്മൾ 29-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കിടക്കും എന്ന് ഞാൻ അറിയുന്നു. ആരുടെ ഇടയിലാണ് ഈ കൊടിയ ചെന്നായ്ക്കൾ കിടക്കുന്നത്? മൂപ്പന്മാരുടെ ഇടയിൽ കൊടിയ ചെന്നായ്ക്കൾ കിടക്കും. ആര് പോയതിനു ശേഷം? പൗലോസ് അപ്പോസ്തലൻ പോയതിനു ശേഷം. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് നിക്കോലാവരുടെ ഉപദേശത്തെക്കുറിച്ചും നടപ്പിനെക്കുറിച്ചും അതുപോലെ തന്നെ അപ്പസ്തോലന്മാരല്ലാതിരിക്കെ അപ്പസ്തോലന്മാർ എന്ന് പറഞ്ഞ് വന്നവരെ നിങ്ങൾ കള്ളയപ്പസ്തോലന്മാരെന്ന് കണ്ട് അവരെ നിങ്ങൾ ഉപേക്ഷിച്ചതും എന്നൊക്കെ നമുക്ക് അവിടെ വായിക്കുവാനായിട്ട് കഴിയും. അപ്പൊ ഈ കൊടിയ ചെന്നായ്ക്കൾ എഫെസോസിലെ സഭയിലേക്ക് വന്നു. അവരവരുടെ ആദ്യ കാലഘട്ടങ്ങളിൽ അവരെയൊക്കെ സഭയ്ക്കുള്ളിൽ കടക്കാതെ സൂക്ഷിച്ചു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. ഈ വിപരീതോപദേശം പ്രസ്താവിക്കുന്നതായിട്ടുള്ള ആളുകൾ എന്താണ് ചെയ്യുന്നത്? 30-ാമത്തെ വാക്യത്തിൽ, ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയുവാനായി വിപരീതോപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ. അപ്പോൾ തങ്ങളുടെ പിന്നാലെ കുറച്ച് ആളുകളെ വേണം, എൻ്റെ പിന്നാലെ കുറച്ച് ആളുകൾ വേണം എന്ന് വിചാരിച്ചുകൊണ്ട് വരുന്ന ആളുകളാണ് ഈ കൊടിയ ചെന്നായ്ക്കളായിട്ട് വിപരീതോപദേശവും പറഞ്ഞുകൊണ്ട് സഭയിൽ വരുന്നതായിട്ടുള്ള ആളുകൾ. ഇന്ന് ലോകത്തിലേക്ക് നോക്കിയാൽ എല്ലാ ആളുകളും അവരുടെ പിന്നാലെ കുറെ ആളെ കിട്ടണമെന്ന് വിചാരിച്ചുകൊണ്ട് ആളുകളെ എങ്ങനെയാണോ തങ്ങളുടെ പിന്നാലെ കൂട്ടുവാനായിട്ട് ഏറ്റവും തന്ത്രപരമായിട്ടുള്ള നിലപാടുകൾ എടുക്കാൻ കഴിയുക, ആ നിലപാടുകൾ എടുത്ത് അവരെ ആളുകളെ കൂട്ടുന്നതായിട്ടുള്ള പ്രവണതയാണ് നമുക്ക് ലോകത്തെല്ലായിടത്തും കാണുവാനായിട്ട് കഴിയുന്നത്. ഒരുപക്ഷെ പല പശ്ചാത്തലത്തിൽ നിന്ന് വന്നവരായിട്ടുള്ള നിങ്ങൾക്ക് നമ്മുടെ സഭയിൽ പഠിപ്പിക്കുന്നതായിട്ടുള്ള ഉപദേശങ്ങളുടെ ഒരു പ്രത്യേകത നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ആരെയും പ്രസാദിപ്പിക്കുവാനായിട്ടോ
ആരെയും സുഖിപ്പിക്കുവാനായിട്ടുള്ള യാതൊരു സന്ദേശങ്ങളും നമുക്കില്ല. പരിശുദ്ധാത്മാവ് ഈ ലോകത്തിലേക്ക് വരുന്നതിനെ കുറിച്ച് പറയുമ്പോൾ അത് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് നിങ്ങൾക്ക് ബോധം വരുത്തേണ്ടതിന് വേണ്ടിയാണെന്നാണ് കർത്താവ് തന്നെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്നതായിട്ടുള്ള സന്ദേശങ്ങളാണ് നമുക്കുള്ളതിന്. കാരണം എന്താണെന്ന് അറിയാമോ? മൂപ്പന്മാർ പോലും, മൂപ്പന്മാരുടെ യോഗ്യതകൾ പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിന് എഴുതുന്ന ലേഖനത്തിലും തീത്തോസിന് എഴുതിയ ലേഖനത്തിലും നമുക്ക് വായിക്കുവാനായിട്ട് കഴിയും. അത്രത്തോളം യോഗ്യതകളുള്ളതായ മൂപ്പന്മാരെ ആക്കി വെച്ചിട്ട് പറയുകയാണ്, നിങ്ങൾ നിങ്ങളെ തന്നെ സൂക്ഷിച്ചോളൂ, നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച ആട്ടിൻകൂട്ടത്തെ സൂക്ഷിച്ചുകൊള്ളൂ, നിങ്ങൾ നശിച്ചു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. കാരണം വിപരീതോപദേശം പ്രസ്താവിക്കുന്നതായിട്ടുള്ള കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കിടക്കും. ഇന്ന് കൊടിയ ചെന്നായ്ക്കളാൽ നിറഞ്ഞിരിക്കുന്നതായിട്ടുള്ള സഭകളും പ്രസ്ഥാനങ്ങളുമാണ് നമുക്കിന്ന് നമ്മുടെ ചുറ്റും കാണുവാനായിട്ട് സാധിക്കുന്നത്. തങ്ങളുടെ പിന്നാലെ പിടിച്ചുകൊണ്ട് പോവുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. തങ്ങൾക്ക് ആളെ കൂട്ടുക എന്നുള്ളതാണ് ലക്ഷ്യം. എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. എബ്രായർക്ക് ലേഖനം എഴുതുമ്പോൾ ലേഖനകാരൻ പറയുന്നുണ്ട്, അധ്യക്ഷന്മാരെ കുറിച്ച് പറയുമ്പോൾ പറയുന്നത്, നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിച്ചിരിക്കുന്നു. ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിച്ച് ഈ നിലയിൽ നശിച്ചു പോകാതെ ആ ആത്മാക്കളെ ദൈവസന്നിധിയിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യമാണ് നമ്മളുടെ ജീവിതത്തിൽ, നമ്മുടെ സഭയിലുള്ളത് എന്നുള്ളത് ഓർക്കണമല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഈ ആത്മാക്കൾ നശിച്ചു പോകാതെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിച്ച് അവരെ നിത്യതയിൽ എത്തിക്കുക എന്ന്, അവരെ പൂർണ്ണതയിലേക്ക്, ഈ ലോകത്തിൽ തന്നെ പൗലോസ് അപ്പോസ്തലൻ കൊലോസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ നിങ്ങൾ പൂർണ്ണത, അവരെ സംബന്ധിക്കുന്ന ദൈവഹിതം അവരെ പൂർണ്ണരാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതായത് പാപത്തിൽ നിന്ന് ജയം പ്രാപിച്ച് കൂടുതൽ കൂടുതൽ വിശുദ്ധീകരണത്തിലേക്ക് വളരുന്നതായിട്ടുള്ള ആളുകളായി ദൈവസഭയെ വളർത്തുകയും അങ്ങനെ കർത്താവിന്റെ പ്രത്യക്ഷതയിൽ കുറ്റമില്ലാത്തവരായിട്ട് അവരെ ദൈവസന്നിധിയിൽ നിർത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു സഭയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതിന് ശുശ്രൂഷന്മാർ മാത്രമല്ല, അന്യോന്യം പ്രബോധിപ്പിക്കുക. അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിക്കാൻ നോക്കുവിൻ. അതിനുവേണ്ടി ചെയ്യേണ്ടത് നിങ്ങൾ അന്യോന്യം പ്രബോധിപ്പിച്ചു കൊള്ളുവിൻ എന്നാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ശരി, അപ്പോൾ ഈ വിപരീതോപദേശം കൊണ്ട് നിറഞ്ഞതായിട്ടുള്ള ഒരു സമൂഹമാണ് ഇന്ന് ക്രിസ്തീയ സമൂഹം എന്ന് പറയുന്നത്. അത് നമ്മൾ പറയും, അത് പൗരോഹിത്യ സഭകളെ കുറിച്ചല്ല. പൗരോഹിത്യ സഭകളിൽ അവരെ നമുക്ക് കണക്കാക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. സുവിശേഷ വിഹിത സഭകൾ എന്ന് പറയുന്നതായിട്ടുള്ള സഭകളിലും ഈ വിപരീതോപദേശം കൊണ്ട് മനുഷ്യരെ ദൈവത്വത്തിലേക്കും വിശുദ്ധിയിലേക്കും നയിക്കുവാനായിട്ടല്ല, മറിച്ച് തങ്ങളുടെ ഉപയോഗത്തിന് വേണ്ടി അവരെ ഉപയോഗിക്കുകയും അവർക്ക് ലൗകികമായിട്ടുള്ള മോഹങ്ങളെ കൊടുത്ത് അവരുടെ മോഹങ്ങളും അതുപോലെ തന്നെ അവരെ ഹൃദയങ്ങളിൽ ഭയത്തെയും വിതച്ച് അവരിൽ നിന്ന് എങ്ങനെയെങ്കിലും ആദായം കൊയ്യുക എന്നുള്ള ലക്ഷ്യമാണ് ഇന്ന് മിക്കവാറും എല്ലാ സഭകളിലും ഉള്ളത് എന്ന് നിങ്ങൾക്ക് തന്നെ ഞാൻ പറയാതെ അറിയാമല്ലോ. ശരി, രക്ഷയെ സംബന്ധിച്ചുള്ള കൃത്യത നമുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ തുടങ്ങിയത്. അതിന് കാരണമാണ് ഇത്രയും നേരം ഞാൻ പറഞ്ഞത്. ഈ വിപരീതോപദേശം പ്രസ്താവിക്കുന്നതായിട്ടുള്ള ആളുകൾ സഭകളിലെല്ലാം സഭകളിൽ നുഴഞ്ഞു കയറിയിട്ട് അവര് ആട്ടിൻകൂട്ടത്തെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കൊണ്ടുപോയി. അപ്പോൾ ഇന്ന് ഒരു സഭയ്ക്കുള്ളിൽ ഒതുങ്ങി നിൽക്കുന്നതായ അല്ലെങ്കിൽ സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തുവാനായിട്ട് ദൈവ ആത്മാവിന്റെ സഹായത്തോടു കൂടി ദൈവവചനം പഠിച്ച് ധ്യാനിക്കുന്നതായിട്ടുള്ള ആളുകൾ സഭകളിൽ വളരെ അപൂർവമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, 1-ാം നൂറ്റാണ്ടിൽ അപ്പസ്തോലന്മാരും അതുപോലെ വിശ്വാസികളും അവര് രാവിലെ എഴുന്നേറ്റാൽ ആദ്യം എന്താ ചെയ്തേ? നമ്മൾ എന്താ ചെയ്യുന്നത്? രാവിലെ എഴുന്നേറ്റാൽ ആദ്യം എന്താ ചെയ്യണമെന്ന് നമ്മളെല്ലാവരും പഠിപ്പിക്കുന്നത് എന്താ? ബൈബിൾ എടുത്ത് വായിക്കും അല്ലേ? മുഖമൊക്കെ കഴുകി പല്ലൊക്കെ തേച്ച് വന്നിട്ട് ബൈബിൾ എടുത്ത് വായിക്കും, എന്നിട്ട് പ്രാർത്ഥിക്കും. 1-ാം നൂറ്റാണ്ടിൽ അപ്പസ്തോലന്മാർക്കും അതുപോലെ തന്നെ വിശ്വാസികൾക്കും പത്രോസ് എഴുതിയ ലേഖനമോ പൗലോസ് എഴുതിയ ലേഖനമോ ലൂക്കോസ് എഴുതിയ സുവിശേഷമോ ഇതെന്തെങ്കിലും വായിക്കാനുണ്ടായിരുന്നോ? അവർക്കതൊന്നും ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ എഴുതി, ചിലതൊക്കെ ചില ആളുകൾക്ക് എഴുതി അല്ലെങ്കിൽ ചില സഭകൾക്ക് എഴുതി, ഇതൊക്കെ ക്രോഡീകരിക്കപ്പെട്ട് കയ്യിൽ കിട്ടിയത് അതിനുശേഷം 2-3 നൂറ്റാണ്ട് കഴിഞ്ഞതിന് ശേഷമാണ്. അപ്പോൾ ഈ 3 നൂറ്റാണ്ട് ജീവിച്ചതായിട്ടുള്ള വിശ്വാസികൾക്ക് അവർ എങ്ങനെയാണ് ജീവിച്ചത്? അന്ന് പ്രസംഗിച്ചതായിട്ടുള്ള ഭക്തന്മാരായിട്ടുള്ള അധ്യക്ഷന്മാർ അന്ന് എങ്ങനെയാണ് പ്രസംഗിച്ചത്?
ഇന്ന് നമ്മളൊക്കെ എടുത്ത് പ്രസംഗിക്കുന്ന പോലെ ആ ലേഖനത്തിൽ നിന്നൊരു വാക്യം, ഈ സുവിശേഷത്തിൽ നിന്നൊരു വാക്യം, അപ്പസ്തോല പ്രവൃത്തിയിൽ നിന്നൊരു വാക്യം അങ്ങനെ എടുത്ത് വായിക്കാനായിട്ട് അവരുടെ കയ്യിൽ വല്ലതും ഉണ്ടായിരുന്നോ? പ്രിയമുള്ളവരെ, അവിടെയാണ് നാം ഒരു വലിയ അടിസ്ഥാനപരമായിട്ടുള്ള വ്യത്യാസം കാണേണ്ടത്. അന്ന് അപ്പസ്തോലന്മാരിലൂടെ ദൈവാത്മാവ് ദൈവജനത്തോട് സംസാരിച്ചു. ആ സംസാരിച്ച വചനം അവരുടെ ഹൃദയത്തിൽ അത് വ്യാപരിച്ചു. തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനത്തിൽ അത് അവരുടെ ഹൃദയത്തിൽ വ്യാപരിച്ചു കൊണ്ടിരുന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അത് അവരുടെ ഹൃദയത്തിന്റെ പലകകളിൽ മേൽ കോറിയിട്ട കാര്യങ്ങളാണ്. അവർക്കത് മറക്കാനായിട്ട് കഴിയില്ല. അപ്പോൾ അവര് ജീവിക്കുന്ന ഓരോ ജീവിത സാഹചര്യങ്ങളിലും ഈ അവരുടെ ഹൃദയത്തിൽ കോറിയിട്ടിരിക്കുന്നതായിട്ടുള്ള, അവരിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള വചനം അവരെ പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ നടത്തിക്കൊണ്ടേയിരുന്നു. ആത്മാവിനാൽ നടത്തപ്പെടുക, ആത്മാവിനെ അനുസരിച്ച് നടക്കുക എന്നൊക്കെ പറയുന്നത് അതൊരു യാഥാർത്ഥ്യമായിരുന്നു 1-ാം നൂറ്റാണ്ടിൽ. എന്നാൽ ഇന്ന് അത് വെറും ഒരു തത്വം മാത്രമായിട്ട്, കേവലം പ്രസംഗിക്കാനും കേൾക്കാനും വായിക്കാനും കൊള്ളാവുന്ന ചില പ്രസ്താവനകൾ മാത്രമായിട്ട് മാറിപ്പോയിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ സംശയിക്കണം. കാരണം നമ്മൾ വിവിധ പരീക്ഷകളിലൂടെ കടന്നു പോകുമ്പോൾ അതരുത്, അതങ്ങനെയല്ല എന്ന് നമ്മളോട് സംസാരിക്കുന്നതായിട്ടുള്ള വചനം നമുക്ക് എവിടെയെങ്കിലും ആത്മാവിന്റെ സ്വരമായിട്ട് കേൾക്കാൻ കഴിയുന്നുണ്ടോ? അതോ ആ സമയത്ത് നമ്മൾ ചെയ്യാനുള്ളതും പറയാനുള്ളതും എല്ലാം പറഞ്ഞ് ഒരു വലിയ കലഹമുണ്ടാക്കിയതിന് ശേഷം പിന്നെ 1-2 ദിവസം കഴിഞ്ഞ് അയ്യോ ഞാൻ തെറ്റിപ്പോയി. യഥാർത്ഥത്തിൽ ഇന്നത്തെ ക്രിസ്ത്യാനികളുടെ ജീവിതം എന്ന് പറയുന്നത് അതാണ്. ഒരു പരീക്ഷയുടെ സമയത്ത് ആത്മാവിനെ അനുസരിച്ച് നടക്കുക, അതല്ലെങ്കിൽ അവരുടെ പ്രായോഗിക ദൈനംദിന ജീവിതത്തിൽ ദൈവജനപ്രകാരം നടക്കുക എന്ന് പറയുന്നതായിട്ടുള്ള ഒരു പരിപാടിയില്ല. എല്ലാവരും പറയുന്നത് എന്താണ്? അയ്യോ ഇതനുസരിച്ചൊന്നും ജീവിക്കാൻ പറ്റില്ലേ, ആത്മാവിന്റെ കൃപയില്ലാതെ ജീവിക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ആത്മാവിന്റെ കൃപ എവിടെയോ ആരോ തടഞ്ഞു വെച്ചിരിക്കുകയെന്നല്ലേ? അല്ലെ? ആത്മാവിന്റെ കൃപയില്ലാതെ ഒന്നും ഈ ക്രിസ്ത്യ ജീവിതം പറ്റില്ല നമ്മൾ പറയുമ്പോൾ നമ്മൾ അതിൽ നിന്ന് അർത്ഥമാക്കുന്നത് എന്താ? ഈ കൃപ എന്തോ ആരോ എവിടെയോ തടഞ്ഞു വെച്ചിരിക്കുന്നത്, കിട്ടാക്കനിയാണ്, അതുകൊണ്ട് എനിക്ക് ജീവിക്കാനായിട്ട് സാധിക്കുന്നില്ല എന്നല്ലേ അതിന്റെ പിന്നാമ്പുറത്തെ ഒരു അർത്ഥം നമ്മൾ ആക്കുന്നത്. എന്നാൽ അങ്ങനെയൊന്നും അല്ല കേട്ടോ. അങ്ങനെ ഒരു അവസ്ഥയില്ല. ആത്മാവിന്റെ കൃപയോ ശക്തിയോ നമുക്ക് ലഭ്യമാക്കാനായിട്ടുള്ള ഒരേ ഒരു തടസ്സം നമ്മൾ മാത്രമാണ്. അത് സഭയിലെ ശുശ്രൂഷകന്മാരല്ല, നമ്മുടെ വീട്ടിലെ ഭാര്യയല്ല, ഭർത്താവല്ല, മാതാപിതാക്കന്മാരല്ല, മക്കളല്ല, അത് സഭയിലെ സഹോദരന്മാരല്ല. നമുക്ക് ദൈവകൃപ ലഭിക്കുന്നതിന്, ദൈവിക ആലോചന ലഭിക്കുന്നതിന് തടസ്സമായിരിക്കുന്നത് ഞാൻ മാത്രം ആണ് എന്നുള്ളത് നമ്മൾ ഓർക്കണം. ശരി, രക്ഷയുടെ വിഷയത്തിലേക്ക് നമുക്ക് വീണ്ടും വരാൻ വഴിമാറി പോവുകയാണ്. പറയണമെന്ന് ആഗ്രഹിക്കാത്ത പല കാര്യങ്ങളും സംസാരിച്ചു വരുന്നത് കൊണ്ടാണ് ഞാൻ വിചാരിക്കുന്നു അത് ദൈവിക ആലോചന തന്നെ ആയിരിക്കും. ശരി, റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. നമുക്കൊരു പക്ഷെ എല്ലാവർക്കും കാണാപ്പാടം അറിയുന്നതായിട്ടുള്ളൊരു വാക്യമാണ്. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. മറ്റു ചില തർജ്ജമകൾ, ഇംഗ്ലീഷ് തർജ്ജമകൾ എടുത്തു കഴിഞ്ഞാൽ അവിടെ എന്താ എഴുതിയേക്കുന്നത്? ഞാൻ പലവട്ടം അതുകൂടെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക്, ജഡത്തെ അല്ല ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല എന്നാണ്. നിങ്ങൾ കിങ് ജെയിംസ് ബൈബിൾ, ഇംഗ്ലീഷ് ബൈബിൾ എടുത്ത് നോക്കിയാൽ അതിനകത്ത് അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ശിക്ഷാവിധി ഇല്ലാത്തത് ആർക്കാ? ക്രിസ്തുയേശുവിൽ ഉള്ളവർക്ക്, അല്ലെ? അപ്പൊ ക്രിസ്തുയേശുവിൽ ഉണ്ടാകുക എന്ന് പറയുന്നതും രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നതും തമ്മിൽ എന്താ ബന്ധം? നമ്മൾ എന്തെന്നാ പറയുന്നേ? ഞാൻ രക്ഷിക്കപ്പെട്ടു, ഇനി പാപത്തിന്റെ ശിക്ഷയിൽ പാപത്തിന്റെ ശിക്ഷ എനിക്കില്ല, അല്ലെ? ഞാൻ വീണ്ടും ജന്മം പ്രാപിച്ചു, അതുകൊണ്ട് എനിക്ക് നിത്യജീവനുണ്ട്, അതുകൊണ്ട് ഞാൻ സ്വർഗത്തിലെത്തുക എന്നുള്ളതാണല്ലോ നമ്മുടെ എല്ലാം രക്ഷിക്കപ്പെട്ടതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതല്ല കേട്ടോ. നമ്മളെ ദൈവം രക്ഷിച്ചതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോകുക എന്നുള്ളതല്ല. അത് അതിന്റെ ഒരു അനന്തര ഫലമാണ്. നമ്മളെ ദൈവം രക്ഷിച്ചത് മനുഷ്യനും ദൈവവുമായിട്ടുള്ള പാപമുഖാന്തരം തകർന്നതായിട്ടുള്ള ബന്ധം, ആ പാപത്തിന് കർത്താവായ യേശുക്രിസ്തുവിന്റെ യാഗത്താൽ പരിഹാരമുണ്ടാക്കിക്കൊണ്ട് ദൈവവുമായിട്ടുള്ള ബന്ധത്തെ ശരിയാക്കുകയാണ് ചെയ്തത്. അതാണ് സുവിശേഷം എന്ന് പറയുന്നത്. അപ്പോൾ ആ ബന്ധത്തിലേക്ക്, ദൈവവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് വരിക എന്നുള്ളതാണ് സുവിശേഷം ചെയ്യുന്നതായിട്ടുള്ള പ്രവൃത്തി. എനിക്ക് സ്വർഗത്തിൽ പോകണമെന്നും പറഞ്ഞാണ് നിങ്ങൾ ആരെങ്കിലും ഏറ്റു പറഞ്ഞതെങ്കിൽ നിങ്ങളുടെ രക്ഷ ഒരു യാഥാർത്ഥ്യമാകാൻ യാതൊരു സാധ്യതയുമില്ല. കാരണം നിങ്ങൾ സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹിച്ചെന്നുള്ളതെന്നറിയാവോ? നരകത്തെ പേടിച്ചിട്ടാണ്. ദൈവത്തോടുള്ള നമ്മുടെ ബന്ധവും കൂട്ടായ്മയും എന്ന് പറയുന്നത് എന്തിനെങ്കിലും പേടിച്ചോ എന്തിനെങ്കിലും മോഹിച്ചോ വരുന്നതായിട്ടുള്ള ഒരു കാര്യമല്ല. അത് നമ്മെ സംബന്ധിക്കുന്നതായിട്ടുള്ള, മനുഷ്യരെ സംബന്ധിക്കുന്നതായിട്ടുള്ള
ദൈവിക പരിപാടികളെ മനസ്സിലാക്കുകയും പാപമുഖാന്തരം ദൈവവുമായിട്ട് മനുഷ്യന് വന്നതായിട്ടുള്ള ആ അകലം, അതിനെക്കുറിച്ചുള്ള ഭീതിയും ഉണ്ടാകുമ്പോൾ ആ ദൈവവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് വരണമെന്നുള്ള ആഗ്രഹമാണ് എങ്കിൽ, അതാണ് കർത്താവായ യേശു ക്രിസ്തു ക്രൂസിൽ ചെയ്തതായിട്ടുള്ള സുവിശേഷത്തിന്റെ ഗുണം എന്ന് പറയുന്നത്, അതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നതും അതുതന്നെയാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഈ വാക്യം വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് എന്താ? അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. നമ്മളത് എങ്ങനെയാ വായിക്കുന്നതെന്ന് അറിയാവോ? ഞാൻ രക്ഷിക്കപ്പെട്ടു, അതുകൊണ്ട് ഇനി എനിക്ക് സ്വർഗം ഉറപ്പാണ്. ശരിയാണോ? അങ്ങനെയല്ലേ നമ്മൾ അതിനെ വായിക്കുന്നത്? എഴുതിയിരിക്കുന്നത് അങ്ങനെയാണോ? അപ്പോൾ എഴുതിയിരിക്കുന്നതൊന്നും നമ്മൾ മനസ്സിലാക്കുന്നത് മറ്റൊന്നുമാണ്. ഞാൻ പറഞ്ഞു ശരിയാണോ? ആണോ? അല്ലേ? അങ്ങനെയാണ്. ആരോട് ചോദിച്ചാലും ഈ വാക്യം വായിച്ചിട്ട് അതിന്റെ അർത്ഥം എന്താണെന്ന്, രക്ഷിക്കപ്പെട്ട ആളുകൾക്ക് ഇനി ഒരു ശിക്ഷാവിധി ഇല്ല എന്ന് അവിടെ എഴുതിയിരിക്കുന്നതെന്ന് പറയും. പക്ഷെ അവിടെ എഴുതിയിരിക്കുന്നത് അങ്ങനെയല്ല. ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, രക്ഷിക്കപ്പെടുമ്പോൾ യഥാർത്ഥത്തിൽ നടക്കുന്ന കാര്യം എന്താണ് എന്നുള്ളത് നമ്മൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. രക്ഷിക്കപ്പെടുമ്പോൾ എന്താണ് നടക്കുന്നത്, അല്ലെങ്കിൽ വീണ്ടും ജന്മം പ്രാപിക്കുമ്പോൾ എന്താണ് നടക്കുന്നത്, അപ്പോൾ സുവിശേഷം എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. നമുക്ക് റോമർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തില്, അല്ല യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അപ്പോൾ യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നിങ്ങൾ, അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിൽ ഉള്ളവർക്ക് എന്ന് പറയുമ്പോൾ അതിന്റെ പിന്നാമ്പുറത്ത് കിടക്കുന്നതായിട്ടുള്ള ഒരു യാഥാർത്ഥ്യമുണ്ട്. എന്താണ്? ക്രിസ്തുവേശുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായിട്ടുള്ള നിങ്ങൾ. അപ്പോൾ വെറുതെ സ്നാനമേറ്റാൽ ക്രിസ്തുവേശുവിനോട് ചേരാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. അത് നമുക്കറിയാം. സ്നാനം അതിൽ തന്നെ വെറുതെ ഒരാൾ വെള്ളത്തിൽ മുങ്ങിയാൽ അതിന് യാതൊരു പ്രയോജനവുമില്ല എന്ന് നമുക്കറിയാം. എന്നാൽ സ്നാനത്തിന് മുമ്പ് ഒരാൾ സുവിശേഷം കേൾക്കണം, അദ്ദേഹത്തിന് പാപബോധം ഉണ്ടാകണം, അദ്ദേഹം മാനസാന്തരപ്പെടണം, അദ്ദേഹത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായിട്ടാണ് കർത്താവായ യേശു ക്രിസ്തു കാൽവരിയിൽ മരിച്ചതെന്നുള്ള യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കി രക്തത്താൽ പാപത്തിന്റെ കഴുകൽ പ്രാപിച്ച് ആ യേശു ക്രിസ്തുവിന് അവരുടെ ജീവിതത്തെ സമർപ്പിച്ച് കൊടുത്തിട്ട് വരുന്ന കാര്യമാണ് സ്നാനം എന്ന് പറയുന്നത്. അന്ത്യകൽപ്പനയിലും കർത്താവായ യേശു ക്രിസ്തു കൽപ്പന കൊടുക്കുമ്പോഴും ഈ ആദ്യത്തെ പടികളൊന്നും പറഞ്ഞിട്ടില്ല. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും. അപ്പോൾ സ്നാനം കഴിപ്പിക്കേണ്ടത് ആരെയാണെന്നുള്ളത് നമുക്കറിയാം. ആദ്യത്തെ സുവിശേഷ പ്രസംഗത്തിൽ ആരെയാണ് സ്നാനം കഴിപ്പിച്ചത് എന്നുള്ളത് നമുക്ക് അറിയാം. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് സംശയമൊന്നുമില്ല. അപ്പോൾ സ്നാനം ഏറ്റിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ക്രിസ്തു യേശുവിനോട് ചേരുവാനായിട്ടാണ്. അതുപോലെ തന്നെ ഗലാത്യർക്ക് ലേഖനം എഴുതുന്നതിന്റെ 3-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യത്തിൽ, ക്രിസ്തുവേശുവിലെ വിശ്വാസത്താൽ നിങ്ങൾ എല്ലാവരും ദൈവത്തിന്റെ മക്കളാകുന്നു, ക്രിസ്തുവേശുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ഇവിടെ നമ്മൾ ക്രിസ്തുവേശുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായിരിക്കുന്ന നിങ്ങൾ ഇപ്പോൾ ആരെയാണ് ധരിച്ചിരിക്കുന്നത്? ക്രിസ്തുവേശുവിനെ ധരിച്ചിരിക്കുകയാണ്. അപ്പോൾ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നതായുള്ള ഒരാളെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ക്രിസ്തുവിനോട് ചേർന്ന് ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്ന ആളുകൾ. മനസ്സിലായോ? രക്ഷിക്കപ്പെട്ടവരെന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാ ചിന്തിക്കണേ? 1982 ഓഗസ്റ്റ് 15-ാം തീയതി കോഴിക്കോട് ദേവഗിരി കോളേജിൽ നടന്ന വൺ ഡേ ക്യാമ്പിൽ യേശുവിനെ എൻ്റെ കർത്താവും രക്ഷിതാവുമായിട്ട് ഞാൻ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞ് തീരുമാനമെടുത്ത ഒരാളുടെ തീരുമാനത്തെയാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നത്. സ്നാനം പോലും അതിനകത്ത് നമ്മുടെ സഭകളൊന്നും പെടുത്തിയിട്ടില്ല കേട്ടോ. സ്നാനത്തെക്കുറിച്ച് നമ്മൾ പഠിക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെയാണ് രക്ഷിക്കപ്പെടുന്നത്. പക്ഷെ രക്ഷിക്കപ്പെടുന്ന ബൈബിളിൽ എങ്ങനെയാ പറയുന്നത്? കർത്താവായ യേശു ക്രിസ്തുവിനോട് ചേർന്ന് അവനെ ധരിച്ചിരിക്കുന്നു. അങ്ങനെയുള്ള ആളുകള് ക്രിസ്തു യേശുവിലാണ്. എന്താ? 2 കാര്യങ്ങളാണ് ഇവിടെ ഗലാത്യർക്ക് ലേഖനത്തിൽ പറയുന്നത്. എന്താണ്? ക്രിസ്തുവിനോട് ചേരുന്നു, ചേരുവാൻ സ്നാനമേറ്റു. അപ്പൊ സ്നാനമേറ്റപ്പോൾ ചേർന്നു, പിന്നെ ആ ക്രിസ്തുവിനെ നമ്മൾ ധരിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു വസ്ത്രം ധരിച്ചാൽ നമ്മളെ കാണുന്നവർ നമ്മളുടെ വസ്ത്രമാണ് കാണുന്നത്, അല്ലേ? അപ്പോൾ ഒരു ദൈവപൈതലിനെ, വീണ്ടും ജന്മം പ്രാപിച്ചതായിട്ടുള്ള ഒരു ദൈവപൈതലിനെ കാണുമ്പോൾ മറ്റുള്ളവർക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ആരെയാ? ക്രിസ്തുവിനെയാ ധരിച്ചിരിക്കുന്നതെങ്കിൽ ക്രിസ്തുവിനെയാണ് കാണാനായിട്ട് കഴിയുക. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായത്തിൽ
ഒരു കണ്ണാടിയിൽ എന്ന പോലെ അവന്റെ തേജസ്സിനെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും, നമ്മൾ അങ്ങനെയാണ് വായിക്കുന്നത്. അപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല എന്ന് പറഞ്ഞാൽ, ക്രിസ്തുവിനോട് ചേർന്ന് എന്തെങ്കിലും ഒന്ന് ചേർന്നിട്ട് പിന്നെ സ്വന്തം ഇഷ്ടത്തിന് പോയവരെ കുറിച്ചാണോ പറയുന്നത്? ആകയാൽ ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക്. അപ്പോൾ ക്രിസ്തുവേശുവിൽ വസിക്കുക എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ രക്ഷയുടെ ദിവസം മുതൽ അവന്റെ മരണത്തിന്റെ ദിവസം വരെ നീണ്ടു നിൽക്കുന്നതായിട്ടുള്ളൊരു പ്രക്രിയയാണ്. രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത് ഒരു നിമിഷത്തിൽ, വീണ്ടും ജന്മം ഒരു നിമിഷത്തിൽ നടക്കുന്നതാണെങ്കിൽ, ആ വീണ്ടും ജന്മത്തിന്റെ ജീവിതം എന്ന് പറയുന്നത് കർത്താവായ യേശുവിൽ വസിച്ചുകൊണ്ട് യേശുവിനോട് ചേർന്നല്ലോ. യേശുവിനോട് ചേർന്നാൽ പിന്നെ അവിടുന്ന് വിട്ടുപോകാൻ പറ്റുമോ? പാടുണ്ടോ? പറ്റും. പാടില്ല, പക്ഷെ പറ്റും. ഗലാത്യർക്ക് ലേഖനം 5-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്, ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെടുവാൻ ഇച്ഛിക്കുന്നവരായുള്ള നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയി ക്രിസ്തുവിനോട് വേർപെട്ടുപോയി. ഗലാത്യയിലെ വിശ്വാസികളോട് പറയുക, അവര് കൂട്ടിച്ചേർത്തെന്നറിയോ? നിങ്ങൾ ആദ്യം പരിച്ഛേദനയേറ്റൊരു യഹൂദനാകണം, അതിനുശേഷം നിങ്ങൾ രക്ഷിക്കപ്പെടണം. അങ്ങനെ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് രക്ഷ കിട്ടുകയില്ല എന്നുള്ള ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ. അപ്പോൾ പറഞ്ഞു, നിങ്ങൾ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെടുവാൻ ഇച്ഛിക്കുന്നതായിട്ടുള്ള നിങ്ങൾ കൃപയിൽ നിന്ന് വീണു പോയേക്കാമെന്നല്ല, പോയിട്ടുണ്ടാകുമെന്നല്ല, പോകുമെന്നല്ല, പോയി ക്രിസ്തുവിനോട് വേർപെട്ടു പോയി. അപ്പൊ ക്രിസ്തുവിനോട് വേർപെട്ടു പോകുവാനായിട്ടും കഴിയും, അല്ലേ? വളരെ വ്യക്തമായിട്ട് വചനത്തിൽ ഒരു വ്യാഖ്യാനത്തിനും ആവശ്യമില്ലാത്ത വിധം എഴുതിയിരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ ക്രിസ്തുവിനോട് വേർപെട്ടു പോയി. അപ്പോൾ ക്രിസ്തുവിനോട് ചേരുന്നതിനെ കുറിച്ച് നമ്മൾ വായിച്ചു, ക്രിസ്തുവിനോട് വേർപെട്ടു പോകുന്നതിനെ കുറിച്ചും വായിച്ചു, ക്രിസ്തുവിൽ ഇരിക്കുന്നവർക്ക് ശിക്ഷാവിധി ഇല്ല എന്നും നമ്മൾ വായിച്ചു. വീണ്ടും ഇതൊരു വാക്യങ്ങളൊന്നുമല്ല, ബൈബിളിലെ വിഷയം തന്നെ അതാണ്. കർത്താവായ യേശു ക്രിസ്തു ത്രിയേക ദൈവം നമ്മിൽ വസിക്കുകയാണ് യഥാർത്ഥത്തിൽ ഒരുവൻ വീണ്ടും ജന്മം പ്രാപിക്കുന്നതിലൂടെ സംഭവിക്കുന്നത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായത്തിൽ വളരെ വിശദമായി നമുക്ക് ആ കാര്യങ്ങൾ കാണുവാനായിട്ട് കഴിയും. എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. അപ്പോൾ സുവിശേഷം ചെയ്യുന്നത് എന്താ? ക്രിസ്തുവിനോട് ചേർക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെയും നമ്മൾ വായിക്കുന്നത് എന്നിൽ വസിപ്പിൻ എന്നാണ്. കർത്താവ് തന്നെ പറയുന്നതായിട്ടുള്ള വാക്കുകളാണ്. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വന്തമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല. ആത്മീകമായിട്ടുള്ള യാതൊരു പരിപാടികളും, അത് നമ്മുടെ വിശദീകരണമാണെങ്കിലും നമ്മെ ദൈവരാജ്യത്തിന് വേണ്ടി ഉദ്ദേശിച്ചിരിക്കുന്നതായിട്ടുള്ള ഏത് ശുശ്രൂഷകളാണെങ്കിലും കർത്താവിൽ വസിച്ചിട്ടല്ലാതെ ഒന്നും ചെയ്യാനായിട്ട് കഴിയില്ല. അപ്പോൾ ഇവിടെ ജോലി ചെയ്യാം, പണം സമ്പാദിക്കാം, വീടുണ്ടാക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അത് വിശ്വാസികൾ മാത്രമല്ലല്ലോ, ലോകത്തെല്ലാവരും ചെയ്യുന്നത്. ആ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ചല്ല പറയുന്നത്. ദൈവത്തിന് നമ്മളിലൂടെ ചെയ്യുവാൻ ദൈവം ആഗ്രഹിക്കുന്നതായിട്ടുള്ളൊരു പരിപാടി, അത് ചെയ്യണമെങ്കിൽ ആ കർത്താവിൽ വസിച്ചിട്ടല്ലാതെ ഒന്നും കഴിയില്ല എന്നുള്ളതാണ്. നമുക്കറിയാം, ഇപ്പൊ ഞങ്ങളുടെ മുറ്റത്തൊരു പേര നിപ്പുണ്ട്. ആ പേരയുടെ ഒരു കൊമ്പിനെ അതിന്റെ ശിഖരത്തിൽ നിന്ന് മുറിച്ചു മാറ്റിയിട്ട് നീ കായ്ക്കണം എന്നാ കൊമ്പിനോട് പറഞ്ഞാൽ കായ്ക്കുവോ? ഇല്ല. കായ്ക്കില്ലെന്ന് മാത്രമല്ല, 2 ദിവസം കഴിയുമ്പോൾ അത് വാടി ഉണങ്ങി അത് പോകും. എന്ന് പറഞ്ഞതുപോലെ കർത്താവായ യേശു ക്രിസ്തുവിൽ വസിക്കാത്ത ഒരാളെ സംബന്ധിച്ചും അവന് യാതൊരു പ്രയോജനവുമില്ല. അതാണ് എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയില്ല എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഞാൻ മുന്തിരിവള്ളിയിൽ നിങ്ങൾ കൊമ്പുകളുമാകുന്നു, ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. അവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. 4-ാമത്തെ വാക്യത്തിൽ എന്നിൽ വസിച്ചിട്ടില്ലാതെ നിങ്ങൾക്ക് കഴിയില്ല എന്ന് പറയുന്നു. 5-ാമത്തെ വാക്യത്തിൽ എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയില്ല എന്ന് പറഞ്ഞു. പിന്നെ പിരിഞ്ഞാൽ എന്താണ് ചെയ്യാൻ കഴിയുന്നതെന്ന് 6-ാം വാക്യത്തിലുണ്ട്. എന്നിൽ വസിക്കാത്തവനെ ഒരു കൊമ്പ് പോലെ പുറത്തു കളഞ്ഞിട്ട് അവൻ ഉണങ്ങിപ്പോകുന്നു, ആ വക ചേർത്ത് തീയിലിടുന്നു, അത് വെന്തു പോകും. നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്ന എന്തെങ്കിലും അപേക്ഷിക്കുന്നത് നിങ്ങൾക്ക് കിട്ടും. ശരി, അപ്പോൾ അവിടെ നമ്മൾ വായിച്ചതായിട്ടുള്ള കാര്യം കർത്താവായ യേശു ക്രിസ്തുവിൽ വസിക്കുന്നതിനെ കുറിച്ചും യേശു ക്രിസ്തു നമ്മിൽ വസിക്കുന്നതിനെ കുറിച്ചുമാണ്. രക്ഷയിൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന അല്ലെങ്കിൽ തുടങ്ങുന്നതായിട്ടുള്ള ഒരു പ്രക്രിയയാണ് ഈ പരസ്പര വാസം എന്ന് പറയുന്നത്. അത് ലേഖനങ്ങളിലേക്ക് നമുക്ക് പോകുമ്പോൾ ധാരാളം കാണുവാനായിട്ട് നമുക്ക് സാധിക്കും. കൊലോസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ആകയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തുയേശുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ നടപ്പിൻ. നിങ്ങൾ അവനെ കൈക്കൊണ്ടു, ഇനി നിങ്ങൾ എങ്ങനെയാണ് നടക്കേണ്ടത്? അവനുമായിട്ടുള്ള കൂട്ടായ്മയിൽ നടക്കുക എന്ന് പറഞ്ഞാൽ എന്താ?
അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചും കേട്ടും പറഞ്ഞും ഒക്കെ അല്ലേ? അങ്ങനെയല്ലേ കൂട്ടായ്മയിൽ നടക്കുക എന്ന് പറയുന്നത്? നമ്മുടെ ജീവിതത്തിൽ നാം നടക്കേണ്ടത് ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയിലാണ്. അവനുമായിട്ടുള്ള കൂട്ടായ്മയിൽ നിങ്ങൾ നടപ്പിൽ അവനിൽ വേരൂന്നി. അപ്പൊ നമ്മൾ എവിടെയാ വസിക്കുന്നേ? ആരോടാ ചേർന്നേ? കർത്താവിനോടാണ് ചേർന്നത്, യേശുവിനോട് ചേർന്നു. അപ്പോൾ ചേർന്ന് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ എന്ത് ചെയ്യണം? അവനിൽ വേരൂന്നണം. അവനിൽ വേരൂന്നിയും അങ്ങനെ ആത്മീയവർദ്ധന പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതിന് ഒത്തവണ്ണം വിശ്വാസത്തിൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞും ഇരിപ്പിൻ. അപ്പോൾ കർത്താവിൽ വസിക്കുന്നവർക്ക് മാത്രമേ കൂട്ടായ്മയുള്ളൂ. രണ്ടിടത്തിരിക്കുന്ന ആളുകൾ തമ്മിൽ കൂട്ടായ്മ പറ്റുമോ? ഇപ്പൊ ഫോണൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഫോണില്ലാത്തൊരു കാലഘട്ടത്തെ കുറിച്ച് ചിന്തിച്ചു നോക്കൂ. ഏതെങ്കിലും ഉള്ള ഇപ്പം അമേരിക്കയിലോ അല്ലെങ്കിൽ യൂറോപ്പിലോ ഉള്ളതായിട്ടുള്ള ആഫ്രിക്കയിലുള്ളതായിട്ടുള്ള ഒരാളും ഇവിടെ നിൽക്കുന്നതായിട്ടുള്ള ഞാനും തമ്മിൽ കൂട്ടായ്മയിലാണ് എന്ന് പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല. നമുക്കറിയാമല്ലോ, നമ്മൾ അടുത്തിരിക്കുമ്പോൾ, ചേർന്നിരിക്കുമ്പോഴാണ് കൂട്ടായ്മ യാഥാർത്ഥ്യമാകുന്നത്. അതുപോലെ തന്നെ ക്രിസ്തുവേശുവിൽ വസിക്കുന്ന ഒരവസ്ഥയിൽ അല്ലെങ്കിൽ ക്രിസ്തുവേശു നമ്മിൽ വസിക്കുന്ന ഒരു അവസ്ഥയിൽ മാത്രമേ ദൈവവുമായിട്ടുള്ള കൂട്ടായ്മ എന്ന് പറയുന്നത് സാധ്യമാവുകയുള്ളൂ. അവനിൽ വേരൂന്നാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മുടെ ഇവിടെ പറമ്പിലൊക്കെ വൃക്ഷങ്ങളുണ്ട്. ഈ വൃക്ഷത്തിന് ആഫ്രിക്കയിലെ മണ്ണിൽ വേരൂന്നാൻ പറ്റുമോ? ഇല്ല. ആ വൃക്ഷത്തിന് അവിടെയുള്ള മണ്ണിൽ മാത്രമേ വേരൂന്നാനായിട്ട് സാധിക്കുകയുള്ളൂ. പ്രിയമുള്ളവരെ, അവനിൽ വസിപ്പിൻ, ക്രിസ്തുയേശുവിൽ ഇരിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഫിലിപ്പിയർക്ക് ലേഖനം എഴുതുമ്പോൾ, ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിൽ നിന്നുള്ള എൻ്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുയേശുവിങ്കലുള്ള വിശ്വാസം മൂലം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ച് അവനിൽ ഇരിക്കേണ്ടതിനും. അവനിൽ ഇരിക്കേണ്ടതിന്. അപ്പൊ നമ്മെ സംബന്ധിക്കുന്ന ദൈവിക പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ നീതി പ്രവൃത്തികൾ ഒന്നുമല്ല, കർത്താവിന്റെ നീതി നമുക്ക് ലഭിച്ച് ആ വിശ്വാസത്താൽ നാം നമ്മെ തന്നെ സമർപ്പിച്ച് മാനസാന്തരപ്പെട്ട് സമർപ്പിക്കുമ്പോൾ കർത്താവിന്റെ നീതി നമുക്ക് ലഭിച്ച് നാം അവനിൽ ഇരിക്കേണ്ടതിന്. വീണ്ടും ജനനം പ്രാപിച്ച ഒരു വ്യക്തിക്ക് കർത്താവിൽ നിന്ന് വേർപെട്ട് ഒരു നിലനിൽപ്പ്, ഒരു എൻറ്റിറ്റി ഇല്ല, ഒരു വ്യക്തിത്വമില്ല. കർത്താവിൽ തന്നെയാണ് അവൻ വസിക്കുന്നത്, അവൻ വേരൂന്നുന്നത്, അവൻ ഇരിക്കുന്നതും നടക്കുന്നതും കിടക്കുന്നതും എല്ലാം അത് കർത്താവിലാണ്. ക്രിസ്തുയേശുവിൽ, 7-ാമത്തെ വാക്യം, ക്രിസ്തുയേശുവിൽ അവനോട് കൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിലിരുത്തുകയും ചെയ്തു. ഞാൻ ഉയർത്തെഴുന്നേറ്റതാണെന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? നിങ്ങൾ ആരെങ്കിലും ഉയർത്തെഴുന്നേറ്റതാണെന്ന് ചിന്തിക്കുന്നുണ്ടോ? മരിച്ചാലല്ലേ ഉയർത്തെഴുന്നേൽക്കുള്ളൂ, അല്ലേ? നമ്മളാരും മരിച്ചിട്ടില്ല, അതുകൊണ്ട് ഉയർത്തെഴുന്നേറ്റിട്ടില്ല. പക്ഷെ വീണ്ടും ജനനത്തിൽ ഒരു മരണവും ഒരു ഉയർപ്പും നടക്കുന്നുണ്ട്. പിന്നെ സ്വർഗത്തിലാണ് ഇരിക്കുന്നത് എന്ന് നമുക്ക് ആർക്കെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? തമ്പി സഹോദര, ഞാൻ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലാണ് ഇരിക്കുന്നതെന്ന് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല, ബുദ്ധിമുട്ടാ അല്ലേ? അങ്ങനെ ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഞാൻ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലായിരിക്കുന്നതെന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിക്കേ. ആരുമില്ലേ? അയ്യോ, അല്ല, വചനത്തിൽ എഴുതിയിരിക്കുന്നത് എഫെസോസിലെ രക്ഷിക്കപ്പെട്ട വിശ്വാസികളോട് കർത്താവ് പറഞ്ഞത്, പൗലോസ് എഴുതിയത്, നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്ന. അപ്പൊ അങ്ങനെ ആ ഒരു യാഥാർത്ഥ്യത്തെ നമ്മൾ ഉൾക്കൊണ്ടിട്ടില്ല. അതാണ് രക്ഷയുടെ അടിസ്ഥാന ഉപദേശങ്ങൾ പോലും നമുക്ക് ഇന്നും അന്യമാണെന്ന് ഞാൻ പറയാനായിട്ടുള്ള കാര്യം. നാം ആരില്ല വസിക്കുന്നേ? കർത്താവായ യേശുക്രിസ്തുവില. കർത്താവായ യേശുക്രിസ്തു എഴുന്നേറ്റപ്പോ എവിടെയാ? സ്വർഗത്തില, പിതാവിന്റെ വലതു ഭാഗത്തിരിക്കുന്നു. അപ്പോൾ നാം കർത്താവായ യേശുക്രിസ്തുവിൽ ഇരിക്കുന്നുവെങ്കിൽ, കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റവനാണ്, പിതാവിന്റെ സന്നിധിയിൽ സ്വർഗത്തിലിരിക്കുന്നവനാണ്. അപ്പോൾ നാം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലാണോ ഇരിക്കുന്നേ? ആണോ? ഇനി എന്ന് പറഞ്ഞ എത്ര പേരുണ്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലാണ് ഇരിക്കുന്നതെന്ന് പറയാൻ? ഒരാള്, 2 ആള്, 2, 3, 4 കഷ്ടി. എന്നാലും ഒരു ഉറപ്പുമില്ല, അല്ലേ? ഉറപ്പുമില്ല. അപ്പോൾ നമുക്ക് നമ്മളുടേതായിട്ടുള്ള ഒരു ഐഡന്റിറ്റി, ഒരു വ്യക്തിത്വം യഥാർത്ഥത്തിൽ വീണ്ടും ജനനത്തോടു കൂടി അവസാനിക്കുകയാണ്. യേശുവിനെ നമ്മുടെ മാസ്റ്ററായിട്ട്, യജമാനായിട്ട് അല്ലെങ്കിൽ കർത്താവായിട്ട് സ്വീകരിച്ചു. ഇനി നമുക്കിഷ്ടം പോലെ ചിന്തിക്കാനും സംസാരിക്കാനും പ്രവർത്തിക്കാനും ജീവിക്കാനും യാതൊരു അവകാശവും നമുക്കില്ല. നമ്മുടെ എല്ലാ അവകാശങ്ങളും ആ കുരിശിന്റെ താഴെ കർത്താവിന്റെ അടുക്കൽ കൊണ്ട് നമ്മളങ്ങ് സമർപ്പിച്ചേച്ച്
അപ്പോൾ അതിനെയാണ് നമ്മൾ മരിച്ചു എന്ന് പറയുന്നത്. കർത്താവിനെ മാത്രം അനുസരിക്കുന്നു, അതാണ് കർത്താവ് നമ്മിൽ ജീവിക്കുന്നു, നമ്മിൽ വസിക്കുന്നു, അല്ലെങ്കിൽ നാം കർത്താവിൽ വസിക്കുന്നു എന്ന് പറയുന്നത്. വീണ്ടും ജനനത്തിൽ നടക്കേണ്ടതും ജീവിതാന്ത്യം വരെ തുടരേണ്ടതുമായിട്ടുള്ള ഒരു കാര്യമാണ് അത് എന്ന് നാം മനസ്സിലാക്കണം. യോഹന്നാൻ ലേഖനം എഴുതുമ്പോൾ അതിന്റെ 2-ാം അധ്യായത്തിന്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിലും എന്നാൽ ആരെങ്കിലും അവന്റെ വചനം പ്രമാണിക്കുന്നുവെങ്കിൽ അവനിൽ ദൈവസ്നേഹം വാസ്തവമായി തികഞ്ഞിരിക്കുന്നു, നാം അവനിൽ ഇരിക്കുന്നു എന്ന് ഇതിനാൽ നമുക്കറിയാം. നാം അവനിൽ ഇരിക്കുന്നു എന്ന് ഇതിനാൽ നമുക്ക് അറിയാം. എങ്ങനെ? വചനമനുസരിക്കുന്നതിനാൽ. രക്ഷിക്കപ്പെട്ടവരോടുള്ള ബന്ധത്തിലാണ്. അപ്പോൾ അവന്റെ വചനം പ്രമാണിക്കുന്നില്ല എങ്കിൽ നാം അവനിൽ ഇരിക്കുന്നില്ല എന്ന് അല്ല. അതിന്റെ മറുവശതല്ലേ, ഒരു നാണയത്തിന് 2 പുറമുണ്ടെന്ന് പറഞ്ഞതുപോലെ അവന്റെ വചനം പ്രമാണിക്കുന്നുവെങ്കിൽ അവനിൽ വാസ്തവമായി ദൈവസ്നേഹം തികഞ്ഞിരിക്കുന്നു, ദൈവസ്നേഹം വാസ്തവമായി തികഞ്ഞിരിക്കുന്നു, നാം അവനിൽ ഇരിക്കുന്നു എന്ന് ഇതിനാൽ അറിയാം. അതിന്റെ നെഗറ്റീവായിട്ട് വായിച്ചു കഴിഞ്ഞാൽ, എന്നാൽ ആരെങ്കിലും അവന്റെ വചനം പ്രമാണിക്കുന്നില്ല എങ്കിൽ അവനിൽ ദൈവസ്നേഹം തികഞ്ഞിട്ടില്ല, അവനിൽ ഇരിക്കുന്നില്ല, അവനിൽ വസിക്കുന്നില്ല എന്ന് നമുക്ക് അറിയാം എന്നാണ് അതിന്റെ പ്ലെയിൻ റീഡിങ്. അതിന് വ്യാഖ്യാനമൊന്നും ആവശ്യമില്ല. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യാകിയാൽ അതിന് അവനെ ലഭിപ്പാൻ കഴിയുകയില്ല, അവൻ നിങ്ങളോടുകൂടെ വസിക്കുകയും നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവനെ അറിയുന്നു. പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. നിങ്ങളോടുകൂടെ വസിക്കുകയും നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾ അവനെ അറിയുന്നു. പൗലോസ് അപ്പോസ്തലൻ പറയുമ്പോൾ, ഇതാ ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. വിശ്വാസ ജീവിതത്തിന്റെ ക്രിസ്തുവേശുവിൽ ഇരിക്കുന്നു, അല്ലെങ്കിൽ ക്രിസ്തു നമ്മിൽ വസിക്കുന്നു എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ജീവിക്കുന്നില്ല, ക്രിസ്തു നമ്മിൽ ജീവിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ഇതാണ് വീണ്ടും ജന്മം പ്രാപിച്ച ഒരു മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 17-3 ഏകസത്യമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു. നമ്മളെല്ലാവരും പറയും നിത്യജീവനെ കുറിച്ച്, അല്ലേ? വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട എല്ലാവർക്കും നിത്യജീവൻ ഉണ്ടെന്നാ പറയാം. നിത്യജീവൻ ആർക്ക്, എങ്ങനെ, എപ്പോൾ എന്നുള്ള ആ വിഷയത്തെ സംബന്ധിച്ച് തന്നെ ഒരു വീഡിയോ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളത് കേൾക്കണം. അതിനെക്കുറിച്ചൊന്നും പറയുവാനായിട്ടുള്ള സമയം നമുക്കിവിടെ ഇല്ല. ഒരു വാക്യം മാത്രം, ഏകസത്യമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന ക്രിസ്തു യേശുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു. അപ്പോൾ ഈ വാക്യം വായിച്ചാൽ നമുക്ക് എന്താ യഥാർത്ഥത്തിൽ മനസ്സിലാവുക? എന്താ മനസ്സിലാവുക? പിതാവിനെ അറിയുക, പുത്രനെ അറിയുക, നിത്യജീവൻ. ഇവിടെ പാപബോധത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല, മാനസാന്തരത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല, സ്നാനത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല, വിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല, രക്ഷയെക്കുറിച്ച് പറഞ്ഞിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. ഒറ്റ കാര്യം പറഞ്ഞിട്ടുള്ളൂ. എന്ത്? പിതാവിനെയും പുത്രനെയും അറിഞ്ഞാൽ നിത്യജീവൻ. അപ്പൊ നമുക്ക് ബൈബിൾ എടുത്ത് വായിച്ച് പിതാവായ ദൈവത്തിന്റെ പരിപാടികളും ഗുണഗണങ്ങളും പുത്രന്റെ പരിപാടികളും പരിശുദ്ധാത്മാവിനെ കുറിച്ചും ഒക്കെ വായിച്ച് മനസ്സിലാക്കി കഴിഞ്ഞു കഴിയുമ്പം നിത്യജീവൻ നമുക്ക് അങ്ങനെ വരുമോ? അതാണോ ഇവിടെ ഉദ്ദേശിക്കുന്നത്? പക്ഷെ നമ്മൾ വ്യക്തമല്ല ഈ ഭാഗം, അല്ലേ? ഞാനത് ഒരിക്കലും ഒരു പ്രാർത്ഥനാ യോഗത്തിന് ഈ ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഇവിടെ ഏകസത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു. ഈ അറിയുക എന്ന് അവിടെ ഒരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. നമുക്കറിയാം, പുതിയ നിയമം ഗ്രീക്ക് ഭാഷയിൽ എഴുതപ്പെട്ടതാണ്. ഈ ഭാഗങ്ങളൊക്കെ ഗ്രീക്ക് ഭാഷയിൽ എഴുതപ്പെട്ടതാണ്. ഗ്രീക്ക് ഭാഷയിൽ ഈ അറിയുക എന്നുള്ളതിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഗിനോസ്കോ എന്നാണ്. ഗിനോസ്കോ എന്ന് പറഞ്ഞാൽ ഒന്നായി തീരുക എന്നാണ് അർത്ഥം. ഞാൻ പുരുഷനെ അറിഞ്ഞിട്ടില്ലായകയാൽ ഇതെങ്ങനെ ഭവിക്കും? അവിടെയും ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഗിനോസ്കോ എന്നാണ്. ഒരു സ്ത്രീയും പുരുഷനും വിവാഹബന്ധത്തിലൂടെ ഒന്നായി ചേർന്നതിന് ഉപയോഗിക്കുന്നതായിട്ടുള്ള പദമാണ് ഗിനോസ്കോ. അതേ വാക്കാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ അറിയുക എന്ന് പറയുന്നതിന്റെ അർത്ഥം ഒന്നായി ചേരുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നിത്യജീവൻ ആർക്കാ ഉള്ളത്? ഏകസത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനോടും ഒന്നായി ചേർന്നിരിക്കുന്ന ആളുകൾക്ക് നിത്യജീവനുണ്ട്. പക്ഷെ അതൊരു തർജ്ജമയല്ല, അതൊരു വ്യാഖ്യാനമായി പോകും. അങ്ങനെ എഴുതിയാൽ
അതുകൊണ്ടാണ് അങ്ങനെ ഈ ബൈബിൾ വിവർത്തനം ചെയ്തതായിട്ടുള്ള ആളുകൾ അങ്ങനെ എഴുതാതിരുന്നത്. അതൊരു വ്യാഖ്യാനമാണ്. പക്ഷെ നമ്മളത് മനസ്സിലാക്കേണ്ടത് അങ്ങനെയാണ്. അതിനുപയോഗിച്ചിരിക്കുന്ന മൂലഭാഷയിലെ പദങ്ങൾ ചില സന്ദർഭങ്ങളിൽ നമുക്ക് എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിത്യജീവനുള്ളത് ആർക്കാ? കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, അവൻ സത്യദൈവവും നിത്യജീവനുമാകുന്നു. യോഹന്നാൻ എഴുതിയ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു, അവൻ സത്യദൈവവും നിത്യജീവനുമാകുന്നു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിലാണ് ഈ നിത്യജീവനുള്ളത്, അല്ലെങ്കിൽ യേശുക്രിസ്തുവാണ് നിത്യജീവൻ. യേശുക്രിസ്തു വഴിയും സത്യവും ജീവനും ഞാനാകുന്നു. യേശുക്രിസ്തു ജീവനാണ്, അവൻ തന്നെ സത്യദൈവവും നിത്യജീവനും. യേശുക്രിസ്തു നിത്യജീവനാണ്. അപ്പോൾ യേശുക്രിസ്തുവിനോട് നാം ചേരുകയാണ്. സ്നാനത്തിലൂടെ യേശുക്രിസ്തുവിനോട് നാം ചേരുമ്പോൾ നിത്യജീവനായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ നിത്യജീവൻ നമുക്കും ലഭിക്കുകയാണ് ചെയ്യുന്നത്. റിഗേഷിന്റെ ഒരു കിഡ്നി മാറ്റിവെച്ചതാണ് അല്ലേ? ആ കിഡ്നി റിഗേഷിനോട് ചേർന്നു കഴിഞ്ഞപ്പോൾ റിഗേഷിലെ രക്തം ആ കിഡ്നിയിലൂടെ കയറിയിറങ്ങാനായിട്ട് തുടങ്ങി. ശരിയല്ലേ? അതുപോലെ തന്നെ യേശുക്രിസ്തു നിത്യജീവനാണ്. യേശുക്രിസ്തുവിനോട് നാം ചേർന്നപ്പോൾ യേശുക്രിസ്തുവിലുള്ളതായ ജീവൻ നമുക്ക് ലഭിച്ചു. ക്രിസ്തുവിനോട് വേർപെട്ടു പോയാൽ, ആ കിഡ്നി എടുത്ത് പുറത്തേക്ക് മാറ്റി വെച്ചു കഴിഞ്ഞാൽ പിന്നെ റിഗേഷിന്റെ ജീവനായിരിക്കുന്ന രക്തം ആ കിഡ്നിയിലേക്ക് വരുമോ? ഇല്ല. അത്ര സിമ്പിളാണിത്. ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ നമുക്കൊരു നമ്മളത് വായിച്ചതാണ്. ഈ രക്ഷ നഷ്ടപ്പെടുകയോ ഇല്ലയോ, ഇതിനെക്കുറിച്ചൊക്കെ ഭയങ്കര വിവാദങ്ങൾ ക്രിസ്തീയ ലോകത്ത് നടക്കുന്നുണ്ട്. വലിയ പോരാട്ടങ്ങളാണ് ആ വിഷയത്തെ സംബന്ധിച്ച് നടക്കുന്നത്. അപ്പോൾ അതിനവരുപയോഗിക്കുന്നതായിട്ട് ഒരു പ്രധാന വാക്യമാണ്, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. അപ്പോൾ ക്രിസ്തുവേശുവിലുണ്ട് എന്ന് പറയുന്ന ആളുകൾ എന്നോ ഒരിക്കൽ രക്ഷിക്കപ്പെട്ട ആളുകളാണ് എന്നുള്ളതായിട്ടുള്ള തെറ്റിദ്ധാരണയാണ് അവരെങ്ങനെ പറയുവാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത്. ക്രിസ്തുവേശുവിലുള്ളവർക്കെന്ന് പറഞ്ഞാൽ നാം ക്രിസ്തുവേശുവിൽ വസിക്കുന്നിടത്തോളം കാലം, ക്രിസ്തുവേശുവിൽ ഇരിക്കുന്നിടത്തോളം കാലം ക്രിസ്തുവേശുവിന് ശിക്ഷാവിധി ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ശിക്ഷാവിധിയില്ല. ക്രിസ്തുവേശുവിന് ശിക്ഷാവിധി ഉണ്ടോ? ഇല്ല. ദൈവമാണ്. ആ ദൈവത്തിൽ നാം വസിക്കുന്നുവെങ്കിൽ നമുക്ക് ശിക്ഷാവിധിയില്ല. ആ ക്രിസ്തുവിൽ നിന്ന് നാം വേർപെട്ടു പോയാൽ, മാറിപ്പോയാൽ നമുക്ക് ശിക്ഷാവിധിയുണ്ട്. മൂപ്പന്മാരായിട്ടുള്ള ആളുകളോട് പോലും പൗലോസ് അപ്പോസ്തലൻ കൊടുക്കുന്നവരുടെ മുന്നറിയിപ്പ്, നിങ്ങളിൽ ആരെങ്കിലും നശിച്ചു പോയാൽ ഞാൻ ഉത്തരവാദിയല്ല. കാരണം ഞാൻ എല്ലാം നിങ്ങളോട്, പ്രയോജനമുള്ളതൊന്നും മറച്ചു വെക്കാതെ എല്ലാം ഞാൻ നിങ്ങളോട് ഉപദേശിച്ചിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട് എന്നാണ്. ശരി, കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനത്തിന്റെ 13-ാം അധ്യായം അതിന്റെ 5 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ പലപ്പോഴും വായിച്ചിട്ടുള്ളൊരു വാക്യങ്ങളാണ്. ഇപ്പോൾ അത് വായിക്കുന്നത് പ്രയോജനകരമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പിൻ, നിങ്ങളെ തന്നെ ശോധന ചെയ്യുവിൻ. നിങ്ങൾ കൊള്ളരുതാത്തവർ അല്ല എന്ന് വരികിൽ യേശു ക്രിസ്തു നിങ്ങളിൽ ഉണ്ട് എന്ന് നിങ്ങളെ തന്നെ അറിയുന്നുവല്ലോ. അപ്പം നാം ക്രിസ്തുവിൽ വസിക്കുകയും ക്രിസ്തു നമ്മിൽ വസിക്കുകയും ചെയ്യുക എന്നുള്ളതാണല്ലോ വിശ്വാസ ജീവിതം എന്ന് പറയുന്നത്. ഇവിടെ പറയുകയാണ്, നിങ്ങൾ വിശ്വാസത്തിൽ തന്നെ ഇരിക്കുന്നു എന്ന് നിങ്ങളൊന്ന് പരീക്ഷിച്ചു, നിങ്ങളെ തന്നെ പരീക്ഷിച്ചു. ആർക്കാ എഴുതുന്നേ? സഭയ്ക്ക് എഴുതുക, സഭയിലെ വിശ്വാസികൾക്ക് എഴുതുക. നിങ്ങൾ വിശ്വാസത്തിൽ തന്നെയാണോ ഇരിക്കുന്നതെന്ന് നിങ്ങളെ തന്നെ ഒന്ന് പരീക്ഷിക്കണം, ഒന്ന് ശോധന ചെയ്യണം. കാരണം ഒരു പക്ഷേ നിങ്ങൾ വിശ്വാസത്തിലല്ലാതിരിക്കെ തന്നെ വിശ്വാസത്തിലാണെന്ന് തെറ്റിദ്ധരിക്കപ്പെട്ട് ജീവിച്ചു പോകാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ടാണല്ലോ അങ്ങനെ എഴുതുന്നത്. അപ്പോൾ സഭകളിൽ വിശ്വാസത്തിൽ ഇരിക്കാത്തതായിട്ടുള്ള ആളുകൾ അവര് വിശ്വാസികളാണ് എന്ന ചിന്തയോടുകൂടി പോകാനായിട്ടുള്ള സാധ്യത 1-ാം നൂറ്റാണ്ടിലുണ്ടെങ്കിൽ ഇന്നത് എത്രയോ അധികമാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അടുത്ത സെന്റൻസ് ഇങ്ങനെയാണ്, നിങ്ങൾ കൊള്ളരുതാത്തവർ അല്ല എന്ന് വരികിൽ യേശു ക്രിസ്തു നിങ്ങളിൽ ഉണ്ട് എന്ന് നിങ്ങളെ തന്നെ അറിയുന്നില്ലോ. നിങ്ങൾ കൊള്ളരുതാത്തവർ അല്ല എങ്കിൽ യേശു ക്രിസ്തു നിങ്ങളിലുണ്ട്. അതിന്റെ മറുപുറം എന്താ? നിങ്ങൾ കൊള്ളരുതാത്തവർ ആണെങ്കിൽ യേശു നിങ്ങളിൽ ഇല്ല. അതല്ലേ? എന്തെങ്കിലും വ്യാഖ്യാനമാണോ അത്? എന്തെങ്കിലും കൂട്ടിച്ചേർത്തിട്ടുണ്ടോ? എന്തെങ്കിലും വിട്ടുകളഞ്ഞിട്ടുണ്ടോ? ഒന്നും ചെയ്തിട്ടില്ല അല്ലേ? നിങ്ങൾ കൊള്ളരുതാത്തവരാണെങ്കിൽ, വിശ്വാസികളോട് പറയുക, നിങ്ങൾ കൊള്ളരുതാത്തവർ അല്ലെങ്കിൽ ക്രിസ്തു നിങ്ങളിലുണ്ട്. അതിന്റെ അർത്ഥം നിങ്ങൾ കൊള്ളരുതായ്മകളാണ് നിങ്ങളിലുള്ളതെങ്കിൽ ക്രിസ്തു നിങ്ങളിലില്ല. ക്രിസ്തു ഇല്ല എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനോട് ചേർന്നതായിട്ടുള്ള ആളുകൾ ആ ക്രിസ്തുവിനെ വിട്ട് കൃപയിൽ നിന്ന് വീണുപോയി, ക്രിസ്തുവിനോട് വേർപെട്ടു പോയി. ക്രിസ്തുവിൽ വസിക്കണമെങ്കിൽ
കൊള്ളരുതായ്മയ്ക്ക് ക്രിസ്തുവിൽ വസിക്കാൻ പറ്റുമോ? പരിശുദ്ധനായ ദൈവത്തിൽ പാപത്തിന് വസിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന അതേ ചോദ്യമാണ് കൊള്ളരുതായ്മയിൽ ക്രിസ്തുവിന് വസിക്കാനായിട്ട് കഴിയുമോ? കഴിയില്ല. അതുകൊണ്ട് നമ്മളിൽ കൊള്ളരുതായ്മകളുടെ ഒരു കൂമ്പാരമാണുള്ളതെങ്കിൽ നാം ക്രിസ്തുവിലുമല്ല, ക്രിസ്തു നമ്മളിലുമല്ല. ശിക്ഷാവിധി നമുക്ക് 100% ഉറപ്പാണ്. ഉറപ്പാണോ? ഉറപ്പാണോ? കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 11-ാം അധ്യായത്തിന്റെ 31-ാമത്തെ വാക്യം, 31-32 വാക്യങ്ങൾ, നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. വിധിക്കപ്പെടുന്നുവെങ്കിലോ നാം ലോകത്തോടു കൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കുകയാകുന്നു. ഇവിടെ എന്താ പറയുന്നേ? നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് തെറ്റ് പറ്റിപ്പോയി, ആ തെറ്റ് പറ്റി എന്നുള്ളത് നിങ്ങൾക്കെതിരെ ഒരു വിധി പ്രഖ്യാപിച്ച് അതിന് പരിഹാരമുണ്ടാക്കിയാൽ ഇനി ഒരു വിധി അത് സംബന്ധിച്ച് ഇനി വരുവാനായിട്ട് ഇല്ല. അതുകൊണ്ടാണ് നിങ്ങളെ തന്നെ വിധിച്ചാൽ ഇനി ഒരു വിധിയിലൂടെ നിങ്ങൾ കടന്നു പോകേണ്ടതായിട്ടുള്ള ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ, നിങ്ങളെ തന്നെ പാപബോധം വരുത്തി നിങ്ങൾ തെറ്റുകാരനാണെന്ന് സമ്മതിച്ച് നിങ്ങൾക്കെതിരെ തന്നെ ഞാൻ തെറ്റുകാരനാണെന്നുള്ളതും അതിന്റെ ശിക്ഷയ്ക്ക് ഞാൻ അർഹനാണെന്നുള്ളതും ഒക്കെ ഏറ്റുപറഞ്ഞ് കർത്താവിൽ നിന്നും മാപ്പ് ലഭിച്ചാൽ ഇനി നിങ്ങൾക്ക് വിധിയില്ല. ഇനി അല്ലെങ്കിൽ വിധിക്കപ്പെടുന്നു എങ്കിലോ നാം ലോകത്തോടുകൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കുകയാകുന്നു. ഇവിടെ ലോകത്തോടുകൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് കൊരിന്ത്യയിലെ വിശ്വാസികളോട് പറയുക എന്താണ്? വിധിച്ചില്ലെങ്കിൽ ലോകത്തോടുകൂടി ശിക്ഷാവിധിയിൽ അകപ്പെടും. ഞാനെന്നൊരു 42 വർഷം മുമ്പ് ഒരു ഓഗസ്റ്റ് മാസത്തിൽ ഏറ്റുപറഞ്ഞ ഒരാളാണ്, ഞാൻ രക്ഷിക്കപ്പെട്ടതാണ്, എനിക്ക് ഒരു ശിക്ഷയുമില്ല എന്നുള്ള ചിന്താഗതിയോടുകൂടി നമ്മൾ ഈ ലോകത്ത് ജീവിച്ചാൽ, പ്രിയമുള്ളവരെ, അങ്ങനെ ഒരു വാക്യം ബൈബിളിൽ എങ്ങുമില്ല. നിങ്ങൾ ഒരിക്കൽ രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ ഇനി നിങ്ങൾക്ക് ഒരിക്കലും, നിങ്ങൾ ഏറ്റുപറഞ്ഞതാണെങ്കിൽ നിങ്ങൾക്ക് ഇനി ഒരു കാലത്തും ഒരു ശിക്ഷയുമില്ല എന്ന് ബൈബിളിൽ ഒരിടത്തുമില്ല. തിരിച്ച് ധാരാളം വാക്യങ്ങളുണ്ട്. ഞാനീ പറഞ്ഞതൊക്കെ വാക്യങ്ങളല്ലേ. മൂപ്പന്മാരായിരിക്കുന്ന ആളുകളോട് പോലും നിങ്ങൾ നശിച്ചു പോകുന്നതിനെ കുറിച്ച് പറയുമ്പോൾ എന്ത് നാശത്തെക്കുറിച്ചാണ് പറയുന്നത്? മൂപ്പന്മാരുടെ യോഗ്യതകളെ കുറിച്ച് പറയുമ്പോൾ തിമോഥെയോസിന് ലേഖനം 1-ാം അധ്യായത്തിൽ 1-ാം ലേഖനം 3-ാം അധ്യായത്തിൽ പറയുന്നത്, നിഗളിച്ചിട്ട് പിശാചിന് വന്നതായിട്ടുള്ള ശിക്ഷ വരാതിരിക്കേണ്ടതിന് പുതിയ ശിഷ്യന് വരുത്. അപ്പോൾ ഒരു മൂപ്പനാകാൻ യോഗ്യതയുള്ള ആൾ പോലും അവൻ നിഗളിയായി തീർന്നാൽ അവന് വെച്ചിരിക്കുന്നത് പിശാചിന് വന്ന ശിക്ഷാവിധി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ലോകത്തോടു കൂടി ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന്, പ്രിയമുള്ളവരെ, ലോകത്തോടു കൂടി ശിക്ഷാവിധിയിൽ അകപ്പെടുക എന്ന് പറയുന്നത് ഏത് ശിക്ഷയാണ്? ക്രിസ്തുവിന്റെ ന്യായാസനത്തെങ്കിൽ ദൈവമക്കൾക്ക് കൊടുക്കുന്ന പ്രതിഫലം വിതരണം ചെയ്യുന്ന, അല്ലെങ്കിൽ പ്രതിഫലത്തെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്, ലോകത്തോടു കൂടിയുള്ള ശിക്ഷാവിധിയെ കുറിച്ചാണ് പറയുന്നത്. അതിൽ അകപ്പെടാതിരിക്കേണ്ടതിന് നിങ്ങൾ വിധിക്കപ്പെടുന്നില്ലെങ്കിൽ സൂക്ഷിച്ചോ, വിധിക്കണം, വിധിക്കപ്പെടണം. നിങ്ങളെ തന്നെ നിങ്ങൾക്ക് വിധിക്കാം, കർത്താവ് ബാലശിക്ഷ കഴിച്ച് നിങ്ങളെ യഥാസ്ഥാനപ്പെടുത്താം. ഇത് രണ്ടിനും നിങ്ങൾ തയ്യാറല്ല എങ്കിൽ നിങ്ങൾക്ക് വെച്ചിരിക്കുന്നതായിട്ടുള്ള വഴി എന്ന് പറയുന്നത് ലോകത്തോടുകൂടി ശിക്ഷാവിധിയിൽ അകപ്പെടുക. അവിടെ നാം എന്നുള്ള പദമാണ് അവിടെ പൗലോസ് അപ്പോസ്തലൻ ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. വിധിക്കപ്പെടുന്നു എങ്കിലോ നാം, അതായത് പൗലോസ് അപ്പോസ്തലനും കൊരിന്ത്യയിലെ വിശ്വാസികളിലും ഉൾപ്പെടുന്നതായിട്ടുള്ള ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ്, നാം ലോകത്തോടുകൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കുകയായിരുന്നു. കർത്താവിന് നമ്മെ തന്നിൽ സ്വീകരിച്ച് തന്നിലേക്ക് വന്ന ഒരാളും നഷ്ടപ്പെട്ടു പോകാനായിട്ട് കർത്താവിന് ആഗ്രഹമില്ല. നമുക്ക് മാനസാന്തരപ്പെടണം. മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ കർത്താവ് ബാലശിക്ഷ തരും. ഞാൻ വളരെ ചിന്തിക്കുകയും ഒരുപക്ഷെ നിങ്ങളോട് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതുമായിട്ടുള്ളൊരു കാര്യമാണ്, കർത്താവ് എന്നെ ബാലശിക്ഷ കഴിച്ചു എന്ന് ഇന്നുവരെ അങ്ങനെ ഒരു വിശ്വാസി പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. കർത്താവ് എന്നെ ബാലശിക്ഷ കഴിച്ചു, അല്ലെങ്കിൽ ഞാൻ പാപം ചെയ്തു, കർത്താവിനോട് കഠിനമായിട്ട് ഇടപെട്ടു എന്ന് ഇന്ന് വരെ ഒരാളും പറഞ്ഞിട്ടില്ല. അത് ഈ കഴിഞ്ഞ 42 വർഷം ഞാനും ഉൾപ്പെടുന്നതായിട്ടുള്ള വിശ്വാസികൾ എന്ന് പറയുന്നതായിട്ടുള്ള ആളുകൾക്ക് ആർക്കും ഒരു ബാലശിക്ഷയും കിട്ടാൻ ആവശ്യമില്ലാത്ത വിധം വിശുദ്ധ ജീവിതം നയിച്ചതുകൊണ്ടാണോ? ആണോ? നമ്മളൊക്കെ ഇങ്ങനെ ഒരു ബാലശിക്ഷയും ആവശ്യമില്ലാതെ
പരിപൂർണ വിശുദ്ധ ജീവിതം നയിക്കുന്ന ആളുകളാണോ? മക്കളാണെങ്കിൽ അടിയുറപ്പാണ്, അല്ലേ? നമ്മുടെ മക്കൾ കുറ്റം ചെയ്താൽ നമ്മളടിക്കും. നാട്ടുകാരുടെ മക്കളെ നമ്മൾ അടിക്കാൻ പോവും. ബാലശിക്ഷ കിട്ടുന്നില്ലെങ്കിൽ ഒന്നുകിൽ നാം കർത്താവിൻ്റെ മക്കളല്ല, അല്ലെങ്കിൽ ബാലശിക്ഷയെ നാം ഗണിക്കുന്നില്ല, നാം അതിനെ അവഗണിച്ച് മാനസാന്തരപ്പെടാതെ പാപത്തിൽ ജീവിക്കുന്ന ആളുകളായിട്ട് നാം തീരുന്നു എന്നുള്ളതാണ്. അങ്ങനെ രോഗമൊക്കെ ബാലശിക്ഷയായിട്ട് കർത്താവ് തരുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ച് യാക്കോബ് എഴുതിയ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. നിങ്ങളൊരുവൻ രോഗിയായിരുന്നാൽ സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ, അവർ എണ്ണ പൂശി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ഞാനൊരു 10-15 സഭകളിൽ അംഗമായിരുന്നിട്ടുണ്ട്. ഈ ജോലിയും പഠനവും ട്രാൻസ്ഫറും ഒക്കെ ആയിട്ട് ഇന്ന് വരെ ഒരു മൂപ്പനെയും ഒരു വിശ്വാസിയും ഒരു രോഗിയും വിളിച്ച്, സഹോദര ഞാൻ തെറ്റിപ്പോയി, ഇച്ചിരി എണ്ണയുമായിട്ട് വരണം, എൻ്റെ തലയിലൊന്ന് പൂശണം, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. അവിടുത്തെ പ്രാർത്ഥനയുടെ വിശ്വാസം രോഗിയുടെ അല്ല, രോഗിയുടെ മാനസാന്തരവും പ്രാർത്ഥിക്കുന്ന ആളുകളുടെ വിശ്വാസവുമാണ് അവിടെ സൗഖ്യത്തിന് കാരണമെന്ന് പറയുന്നത്. വിശ്വാസത്തോടു കൂടിയുള്ള മൂപ്പന്റെ പ്രാർത്ഥന അവന് സൗഖ്യം കൊടുക്കുമെന്നാണ്. പക്ഷെ ഇന്ന് വരെ 42 വർഷത്തിനിടയ്ക്ക് ആരും അങ്ങനെ ചെയ്തിട്ടില്ല. അത് തന്നെയായിരിക്കും കർത്താവ് പറഞ്ഞത്, മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുകയില്ല, കണ്ടെത്താൻ പ്രയാസമാണ്. പ്രിയമുള്ളവരെ, എത്രയോ കഠിനന്മാരായിട്ടാണ് നാം ജീവിക്കുന്നത്. ഒരുപക്ഷെ പാപത്തെക്കുറിച്ചുള്ള യാതൊരു ഗൗരവഭാവവുമില്ലാതെ ഞായറാഴ്ച സഭായോഗത്തിനും പോയി 8 മണിക്കത്തെ മീറ്റിങ്ങുകൾക്ക് ഓൺലൈൻ മീറ്റിങ്ങിനും കൂടി കർത്തൃമേശയിലും പങ്കെടുത്താൽ ഞാൻ പണ്ടെന്നോ ഏറ്റുപറഞ്ഞതായിട്ടുള്ള ആ വാക്കുകൾ എന്നെ നിത്യതയിലേക്ക് എത്തിക്കുമെന്നുള്ള ഒരു വ്യർത്ഥമായ ചിന്തയ്ക്ക് ഉടമകളായിട്ടാണ് ഇന്ന് ലോകത്തിൽ, നമ്മൾ മാത്രമല്ല ലോകത്തിലുള്ളതായിട്ടുള്ള 99% ആളുകളും ജീവിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ ചില ആളുകൾ, ചില പ്രമുഖന്മാരായിട്ടുള്ള ആളുകൾ, തിയോളജിയിൽ ഡോക്ടറേറ്റ് ഉള്ളതായുള്ള ഒരാൾ എന്നോട് ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ വിശുദ്ധീകരണത്തിന്റെ അടിസ്ഥാനത്തിലാണോ രക്ഷ? അല്ല, വിശുദ്ധീകരണത്തിന്റെ അടിസ്ഥാനത്തിലല്ല രക്ഷ, വിശ്വാസത്താലാണ് രക്ഷ. വചനം അത് കൃത്യമായി പറയുന്നു. പക്ഷേ ഒരാൾ ഒരു വിശ്വാസിയാണെങ്കിൽ അവൻ വസിക്കുന്നത് എവിടെയാ? അവൻ ക്രിസ്തുവിലാണ് വസിക്കുന്നത്. ക്രിസ്തുവിൽ വസിച്ചുകൊണ്ട് ഒരു വഷളത്തെ ജീവിതം സാധ്യമല്ല എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. നാം വഷളത്തെ ജീവിതത്തിലേക്ക് പോകുന്നുവെങ്കിൽ അതിന്റെ അർത്ഥം നാം ക്രിസ്തുവിൽ നിന്നും വേർപെട്ടു പോയി എന്നുള്ളതാണ്. ഈ കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ ലോകത്തോടുകൂടി ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് അവൻ ബാലശിക്ഷ കഴിക്കുകയാകുന്നു. അവിടുത്തെ കുറ്റം എന്താണെന്നറിയാവോ? എന്തായിരുന്നു കുറ്റം? അവര് തമ്മില്, ഈ പറഞ്ഞ പാവപ്പെട്ടവരും പണക്കാരും തമ്മിലും, അതുപോലെ തന്നെ ഒരുപക്ഷെ വിദ്യാഭ്യാസമുള്ളവരും ഇല്ലാത്തവരും തമ്മിലും, നേരത്തെ വന്നവരും കുറച്ച് താമസിച്ച് വന്നവരും ഒക്കെ തമ്മില് ഒരു ചെറിയ പ്രശ്നമുണ്ടായിരുന്നു. എന്താ? ഭക്ഷണമൊക്കെ കൊണ്ടുവന്നു. അന്ന് മീറ്റിംഗ് വൈകുന്നേരം, രാത്രിയില്ല. ഭക്ഷണമൊക്കെ കൊണ്ടുവന്നു. കുറച്ച് ആളുകൾ വന്നപ്പോഴത്തേക്കും ബാക്കിയുള്ളൊരു ഭക്ഷണമൊക്കെ കഴിച്ച് വയറൊക്കെ നിറച്ച്, ഒരുപക്ഷെ അന്നത്തെ വീഞ്ഞൊക്കെ, കടുപ്പമില്ലാത്ത വീഞ്ഞൊക്കെ ഉണ്ടായിരുന്നിരിക്കും. ആ വീഞ്ഞൊക്കെ കുടിച്ച് അവരങ്ങനെ, അത് പറഞ്ഞ് ഇന്നാരും വീഞ്ഞിന്റെ പുറകെ പോകരുത് കേട്ടോ, ആ വീഞ്ഞും ഈ വീഞ്ഞും രണ്ടാണ്, ഒക്കെ കുടിച്ച് നല്ല വയറൊക്കെ നിറച്ച് ഇരിക്കാൻ പോലും പറ്റാതെ കുറച്ച് ആളുകൾ. ഇന്നല്ലേ കസേര, അന്ന് നിലത്തായിരിക്കും മിക്കവാറും. നന്നായിട്ട് വയറ് നിറഞ്ഞ് നിലത്തിരിക്കാൻ പറ്റുമോ? പറ്റാതെ കുറച്ച് ആളുകൾ, അവർക്ക് മുമ്പോട്ടിരിക്കാൻ പറ്റില്ല, വയറ് വലുതായി പോയി. എന്നാൽ വേറെ കുറച്ച് ആളുകൾ അവർ വന്നപ്പോൾ താമസിച്ചു പോയി. അവർക്ക് ഒന്നും കിട്ടിയില്ല, ഭക്ഷണമില്ല, അവർ വിശന്നായിരിക്കുന്നത്. അവർക്ക് ഒന്ന് നിവർന്നിരിക്കണമെന്ന് വിചാരിച്ച് അവരെ കൊണ്ട് സാധിക്കുന്നില്ല. കാരണം അവരുടെ വയറ് ഒട്ടിപ്പോയി, വിശന്നിട്ട് ഒട്ടിപ്പോയി. വൈകുന്നേരം വരെയുള്ള അധ്വാനവും കഴിഞ്ഞാണ് അവർ വരുന്നത്. ഇത്രയേ അവിടെ വിഷയമുള്ളൂ. അല്ലാതെ അവിടെ വ്യഭിചാരമോ മോഷണമോ കൊലപാതകമോ ഒന്നും ഉള്ളതിനെ കുറിച്ചല്ല പറയുന്നത്. സഭയിലെ ഐക്യത്തിന്റെ പ്രാധാന്യത്തെയാണ് അവർ കാണിക്കുന്നത്. സഭയിലെ അംഗങ്ങളെല്ലാവരും ഒരു ശരീരത്തിന്റെ അവയവങ്ങൾ പോലെ നിന്ന് ഒരുമയോടെ പ്രവർത്തിച്ചില്ല എന്നുള്ള കുറ്റമാണ് അവിടെ. അത് ക്രിസ്തുവിനെ തള്ളിക്കളയുന്നതിന് തുല്യമായിട്ടുള്ള കുറ്റമാണ്, ഗൗരവമായിട്ടുള്ള കുറ്റമാണത്. പാപത്തെക്കുറിച്ച് അത്ര ഗൗരവമായിട്ടുള്ള മനോഭാവം നമുക്കില്ല പ്രിയമുള്ളവരെ. അതെന്ന് നമ്മളിലേക്ക് വരുന്നുവോ അന്നേ നമുക്കൊക്കെ നന്നാകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഉണ്ടല്ലോ, നമ്മളെ ഇന്നലെ ഇന്നും നാളെയും നമ്മൾ എന്താ ചെയ്യാൻ പോണെന്നറിയാവോ? അയ്യോ ഞാൻ പാപിയാണേ, ഞാൻ പാപിയാണേ, ഞാൻ പാപിയാണേ എന്ന് പറഞ്ഞ് ഇങ്ങനെ നമ്മൾ അവസാനം വരെ ജീവിക്കും. നാം പാപിയാണേ പാപിയാണേ എന്ന് പറഞ്ഞ് ജീവിക്കാനല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ദൈവം നമ്മളെ എങ്ങനെ കാണുന്നുമില്ല. കർത്താവിൽ പാപിക്ക് എങ്ങനെ വസിക്കുവാനായിട്ട് കഴിയും? കർത്താവിൽ പാപിക്ക് വസിക്കുവാനായിട്ട് കഴിയുകയില്ല.
അപ്പൊ നാം പാപിയാണെന്ന് പറയുന്നതിൽ എന്താ അർത്ഥം? അത് കർത്താവിനെ നിന്ദിക്കുന്നതായിട്ടുള്ള, ഞാൻ കർത്താവിൽ വസിക്കുന്നു പക്ഷെ പാപിയാണെന്ന് പറഞ്ഞാൽ കർത്താവിനെ നിന്ദിക്കുന്നത് തുല്യമാണ്. കർത്താവ് നമ്മളെ വിളിക്കുന്നത് എങ്ങനെയാ? വിശുദ്ധന്മാര്, സ്വന്തം ജനം, അല്ലേ? സ്വന്തം ജനം, വിശുദ്ധന്മാര്, രാജകീയ പുരോഹിത വർഗം, അങ്ങനെയൊക്കെയല്ലേ നമ്മളെ വിളിക്കുന്നേ? സഹോദരന്മാര്. കർത്താവ് നമ്മളെ വിളിക്കുന്നത് സഹോദരന്മാരെന്ന് വിളിക്കാൻ ലജ്ജിച്ചില്ല എന്നാ. പിതാവ് നമ്മളെ വിളിക്കുന്നത് എന്താ? മോനെ, മോളെ എന്നാ. അപ്പൊ നമ്മൾ പറയാ പാപിയാണേ പാപിയാണ്. അതിന്റെ അർത്ഥം എന്താ? നമ്മളങ്ങനെ പാപികളൊന്നും ആണെങ്കിൽ അത് പറയുന്നത് തന്നെയാണ് നല്ലത്. പക്ഷെ മാനസാന്തരമാണ് അപ്പോൾ ആവശ്യം. അതല്ലാതെ നമ്മുടെ ജീവിതാന്ത്യം വരെ ഞാൻ പാപിയാണേ എന്നുള്ള നിലവിളിയോടുകൂടി ജീവിക്കാനല്ല, മറിച്ച് ആ പാപത്തിൽ നിന്നുള്ള അടിമത്തത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം പ്രാപിച്ച് കർത്താവായ യേശു ക്രിസ്തുവിൽ വസിച്ച് നീതിഫലം നിറഞ്ഞവരായി തീരുവാനായിട്ടാണ് നമുക്കുള്ള വിളി എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, ഇപ്പോൾ മനസ്സിലായോ? രക്ഷയുടെ അടിസ്ഥാന തത്വങ്ങളും വിശ്വാസങ്ങളും ദൈവവചനത്തിലൂടെ വെളിപ്പെടുത്തതായിട്ടുള്ള പലതും നമുക്കിന്നും പിടികിട്ടിയിട്ടില്ല. എന്താ കാരണം എന്നറിയാവോ? ഒത്തിരി പറയാനുണ്ട്. സമയം 1 മണിക്കൂറായി. ഒത്തിരി പറയാനുണ്ട്. പണ്ടൊരിക്കൽ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒത്തിരി ചപ്പ് ചവറുകൾ നമ്മുടെ ഹൃദയത്തിൽ കിടപ്പുണ്ട്, അതൊക്കെ മാറ്റിയാലേ ശുദ്ധമായ ദൈവവചനം നമുക്ക് മനസ്സിലാവുള്ളൂ. അതിന്റെ പേരിൽ ചില സഭ വിട്ടുപോയി. അവരെക്കുറിച്ചാ പറഞ്ഞെന്ന് അവർ പറഞ്ഞത് അല്ലല്ല. നമ്മളെല്ലാവരും, ഞാൻ ഉൾപ്പെടെ 38 വർഷം ചപ്പും ചവറും വിശ്വസിച്ച് നടന്ന ഒരാളാണ് ഞാൻ. നമ്മളെല്ലാവരും അങ്ങനെയുള്ള ആളുകളാണ്. ആ ചപ്പും ചവറും നമ്മൾ എത്രത്തോളം ഒഴിവാക്കുന്നുവോ അത്രത്തോളം മാത്രമേ ശരിയായിട്ടുള്ള ആ വചനം നമ്മളിൽ പ്രവർത്തിക്കാനും വ്യാപരിക്കുവാനും ക്രിയ ചെയ്യുവാനും നമ്മളെ രൂപാന്തരപ്പെടുത്തുവാനും കഴിയുകയുള്ളൂ. ദൈവം നമ്മെ സഹായിക്കട്ടെ. രക്ഷയുടെ മഹത്വം, അതിൻ്റെ വില, അതിൻ്റെ പ്രാധാന്യം, കർത്താവിനോടുകൂടെ ഞാൻ കർത്താവിൽ വസിക്കുമ്പോൾ കർത്താവിനോടുകൂടെ ഞാൻ ഉയർത്തെഴുന്നേറ്റ് ഞാൻ സ്വർഗത്തിലാണ് ഇരിക്കുന്നത്. ഞാനിപ്പോൾ ഒരുപക്ഷെ ഞാൻ ഈ ഭൂമിയിൽ നടക്കുന്നുവെങ്കിലും എൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് ഞാൻ കർത്താവിൽ വസിക്കുമ്പോൾ സ്വർഗത്തിലാണ് എൻ്റെ സ്ഥാനം. ഇതൊക്കെ നാം വായിക്കുമ്പോഴൊക്കെ നാം എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. ഒന്നും മനസ്സിലാക്കാതെ ഒരു അധ്യായം വായിച്ച് മടക്കി വെച്ചിട്ട് കിടന്നുറങ്ങുന്നതായിട്ടുള്ള ഒരു രീതിയാണ് നമുക്കൊക്കെ ഉള്ളത്, അല്ലേ? രാവിലെ ഞാൻ ബൈബിൾ വായിച്ചു, തൃപ്തിയായി. വൈകുന്നേരം ബൈബിൾ വായിച്ചു, തൃപ്തിയായി. പ്രാർത്ഥിച്ചില്ല, അല്ലെങ്കിൽ പ്രാർത്ഥിച്ചു, തൃപ്തിയില്ല, അല്ലെ തൃപ്തിയായി. ഇതിലൊക്കെയാണ് നമ്മൾ തൃപ്തി നൽകുന്നത്. അതൊക്കെ നമ്മുടെ നാം ജഡത്താൽ പിടിക്കപ്പെട്ടവരായിട്ട് ജീവിക്കുന്നതാണ്. ജഡത്തിന്റെ സംതൃപ്തിയും ജഡത്തിന്റെ സംതൃപ്തിയില്ലായ്മയുമാണ് ക്രിസ്തീയ ആത്മാവിനാലുള്ള നമ്മുടെ ജീവിതത്തെ ജഡത്തിന്റെ ചങ്ങലയിൽ നമ്മൾ കൊളുത്തിയിട്ടിട്ട് നമ്മളങ്ങനെ ആ ജഡത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ നാം മാറ്റിയിരിക്കുകയാണ്. ദൈവം നമ്മെ സഹായിക്കട്ടെ. രക്ഷയുടെ മഹത്വത്തെ നമുക്ക് ഓർത്ത് ദൈവത്തെ നമുക്ക് എത്ര സ്തുതിച്ചാലും മതി വരില്ല. ഈ ലോകത്തിൽ എന്തെല്ലാം ഇല്ലെങ്കിലും എന്തെല്ലാം നഷ്ടപ്പെട്ടാലും കർത്താവായ യേശു ക്രിസ്തുവിൽ ഞാൻ വസിക്കുന്നു, അവനിൽ ഞാൻ ഇരിക്കുന്നു എന്ന് പറയുന്നത് മാത്രമാണ് നമ്മുടെ സമ്പത്ത്. കർത്താവാണ് നമ്മുടെ സമ്പത്ത്. കർത്താവിനെ മാത്രം ആഗ്രഹിച്ചും കർത്താവിൽ വസിച്ചും നമുക്ക് ജീവിക്കാം. സർവശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.